അസ്സലാമലൈക്കും. എന്റെ പേര് യാസ്. ഞാനൊരു സൂറത്ത് ഓടാൻ പോവാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലിക് യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാഹ് മബ്റൂക്ക്. വളരെ ഉഷാറായിട്ട് ഓതിയിട്ടുണ്ട്. ഇൻഷാഅല്ലാഹ് ബിസ്മില്ലാഹി അലിയിലുള്ള അതിൻ്റെ ഖുർആൻ പാരായണ ക്ലാസ്സിലൊക്കെ ഒന്ന് സ്ഥിരമായിട്ട് പങ്കെടുക്കണം. എന്നാൽ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഉസ്താദ് അത് അറിയിക്കും. ഏതായാലും അൽഹംദുലില്ലാഹ് കുരുന്നുകൂട്ടത്തിൻ്റെ ഉദ്ഘാടനം കുറിച്ചുകൊണ്ട് നമ്മുടെ മലപ്പുറം എന്ന ഐഡിയയുള്ള യാസീൻ മോൻ നമുക്ക് ഫാത്തിഹ സൂറത്ത് ഓതിയിട്ടുണ്ട്. ഏതായാലും ഇൻഷാല്ലാ അതിന് അബു ഹസൻ ദുൽദുൽ എന്ന ഐഡിയയിൽ നിന്നുള്ള ഹസൻ മോൻ ഇൻഷാല്ലാ അടുത്തതായിട്ട് മൈക്കിൽ വരും. നല്ലൊരു പാട്ടുമായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മൈക്കിലേക്ക് വരുന്നു. ഹസൻ മോനെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. മറ്റുള്ളവരൊക്കെ ഒന്ന് റീചാർജ് ചെയ്യും. ആളുകൾ കുട്ടികളൊക്കെ എല്ലാവരും ഒന്ന് റീചാർജ് ചെയ്ത് വരും മൈക്കിലേക്ക്. السلام عليكم. يا صاحبينا سير صالحين. يا صاحبينا سير صالحين. قرب الآن للمدى ذهب هلال الحياة. قرب الآن للمدى ذهب هلال الحياة. في ربيع الرضا هيئا للانصراف. في ربيع الرضا هيئا للانصراف. يا صاحبينا سير صالحين. يا صاحبينا سير صالحين. قرب الآن للممات ذهب الهنا للحياة. قرب الآن للممات ذهب الهنا للحياة. في ربيع الغلا هيئا للانصراف. في ربيع الغلا هيئا للانصراف. حاسبوا بالنفوس قاربوا بالخيور. باعدوا من الذنوب يا صاحبينا. ملأ البلاء في البلا لا سرور في الهنا. ملأ البلاء في البلا لا سرور في الهنا. يا صاحبينا سير صالحين. يا صاحبينا سير صالحين. قرب الآن للممات ذهب الهنا للحياة. قرب الآن للممات ذهب الهنا للحياة. في ربيع الغلا هيئا للانصراف. في ربيع الغلا هيئا للانصراف. كنتم خير أمة بفعل عمل الجنة. صرتم آخذين بالهدى جميعا. خسر الناس كلهم بارتكاب فاحشة. خسر الناس كلهم بارتكاب فاحشة. يا صاحبين سير صالحين. يا صاحبين سير صالحين. قرب الآن للممات ذهب الهنا للحياة. قرب الآن
للممى ذهب الهنا للحياة في ربيع الغذاء هيئا للفراق في ربيع الغذاء هيئا للفراق. السلام عليكم. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, ഹസൻ മോൻ വളരെ ഉഷാറായിട്ട് പാടിയിട്ടുണ്ട്. നല്ലൊരു അറബി സോങ്ങാണ് പാടിയത്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ കുരുന്നുകൂട്ടാണ്, ലൈവാണ്, ബാനർ മാറ്റം ഇൻഷാ അല്ലാഹ്. ഏതായാലും ഷാക്കിർ ഉലൂം ഉസ്താദ് ഇനി നമ്മുടെ കുരുന്നുകൂട്ടം കൺട്രോൾ ചെയ്യും. ഉസ്താദിനെ ആദരപൂർവ്വം മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാ കുട്ടികളും മൈക്കിലേക്ക് വരിക. നമ്മുടെ ബിസ്മില്ലാഹി എന്ന രീതിയിലുള്ള ശംസുദ്ദീൻ മോനൊക്കെ അവിടെ അല്ലേ? എല്ലാവരും ഒരു രജിസ്ട്രേഷൻ ചെയ്ത് വരെ. നമുക്ക് കൂടുതൽ സമയമില്ല, ഏകദേശം 1 മണിക്കൂറേ കിട്ടൂ. ലൈവ് വരാനുണ്ട്, അതുകൊണ്ടാണ് നേരത്തെ തുടങ്ങിയത്. ഏതായാലും മൈക്കിലേക്ക് നമ്മുടെ ഷാക്കിർ ഉലൂം ഉസ്താദ് വരും. ഇനി ഇൻഷാ അല്ലാഹ് മുഹമ്മദ് നിഹാൽ 715 രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, അവരെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. Assalamu alaikum wa rahmatullahi wa barakatuhu. We are Muslim. We must start everything with Bismillah. Bismillah, Bismillah. Before we eat, we say Bismillah. Bismillah, Bismillah. Before we drink, we say Bismillah. Before we read and before we write, we must all say Bismillah. Bismillah. In the name of Allah, in the name of Allah. We are Muslim, we must all say Bismillah to start the day. Bismillah, Bismillah. Before we eat, we say Bismillah. Bismillah, Bismillah. Before we drink, we say Bismillah. Before we read and before we write, we must all say Bismillah. Bismillah. In the name of Allah, in the name of Allah. We are Muslim, we must all say Bismillah to start the day. Dua wassalamu alaikum. Assalamu alaikum. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ വചനം, ആ വചനത്തിന്റെ മഹത്വമാണ് ഈ കുരുന്ന് പാടിയത്. മോളാണ് തോന്നുന്നു അല്ലേ? എന്താ പേരൊന്ന് ടെക്സ്റ്റ് ചെയ്ത. സാധാരണ നമ്മുടെ കുരുന്നുകൂട്ടൊക്കെ നിയന്ത്രിക്കാറുള്ള ഉസ്താദുമാര് എത്തിയിട്ടില്ല. മോനാണ്, അല്ല ആയിഷയാണ്. ആയിഷ നിഹാൽ എന്ന ഐഡിയിൽ ആയിഷയാണ് പാടിയിട്ടുള്ളത് അല്ലേ? ആയിഷ മോള് അല്ലേ? അതെ അതെ, ഓക്കെ ഓക്കെ. മാഷാ അല്ലാഹ്, വളരെ ഉഷാറായിട്ടുണ്ട്. ഫവാസ് ഫൈലി ഉണ്ട് അവിടെ? ഉണ്ടെങ്കിൽ ഉസ്താദ് വരും. ഓക്കെ. പിന്നെ കുരുന്നുകളൊക്കെ റൈസ് ഹാൻഡ് ചെയ്യുക. നമ്മുടെ കുരുന്നുകൂട്ടം ആണ്, കുരുന്നുകൂട്ടം നിയന്ത്രിക്കാൻ നമ്മുടെ ഉസ്താദുമാരൊക്കെ വന്നിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. നിഹാൽ എന്ന ഐഡിയിലുള്ള നമ്മുടെ ആയിഷ മോള് പാടിയ പാട്ട് ഇംഗ്ലീഷിലാണെങ്കിലും പിന്നെ ബിഫോർ ഈറ്റ് ബിസ്മി അല്ലേ? അതുപോലെ കുടിക്കുന്ന സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ബിസ്മി ചൊല്ലണം എന്നുള്ള ആ ഒരു സന്ദേശം, ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് തന്നത്. വളരെ നന്നായിട്ടുണ്ട്. അള്ളാഹു ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് ഉയർത്തട്ടെ. മോൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? മോള് എന്റെ ശബ്ദം ഉണ്ട് അല്ലേ? ഓക്കെ. മോളോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. എത്രയിലാണ് പഠിക്കുന്നത് അതെന്ന് പറഞ്ഞാട്ടെ. എത്രയിലാണ് പഠിക്കുന്നത്? മദ്രസയിൽ പോകുന്നുണ്ടോ? 5ാം ക്ലാസ്സിലാണ്. ഓക്കെ. ഒരാള്
ചായയും കുടിക്കുന്നുണ്ട്, ചായ കുടിക്കുന്നു, അതുപോലെ ചായയുടെ കൂടെ കടിയും കഴിക്കുന്നുണ്ട്. ബിസ്ക്കറ്റ് എന്ന് നോക്ക്. ചായയും ബിസ്ക്കറ്റും തിന്നുകയും കുടിക്കുകയും ചെയ്യാം. അപ്പൊ ചായയാണോ വലത് കൈകൊണ്ട് കുടിക്കേണ്ടത്, അതല്ല ബിസ്ക്കറ്റ് തിന്നലാണോ വലത് കൈകൊണ്ട് ചെയ്യേണ്ടത്? മോളിപ്പോ ബിസ്മിയെ കുറിച്ച് പറഞ്ഞു, തിന്നുമ്പോഴും കുടിക്കുമ്പോഴൊക്കെ ബിസ്മി ചൊല്ലണം എന്ന് പറഞ്ഞല്ലോ. എന്നാൽ വലതു കൈകൊണ്ട് ചായയാണോ കുടിക്കേണ്ടത്, അതോ ബിസ്ക്കറ്റാണോ തിന്നേണ്ടത്? അബ്ദുള്ള തോട്ടക്കാട്. ഓക്കെ, ഞാന് ഇത് ചോദിക്കാൻ കാരണം എന്താണെന്നറിയോ? ഓക്കെ, രണ്ടും റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് അല്ലേ? ഓക്കെ, രണ്ടും വലത്തെ ഓക്കെ രണ്ടും വലത്തെ കൈ കൊണ്ടാണ് അല്ലേ? ഇൻഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, നല്ല മറുപടിയാണ്. ഞാന് ഇതൊരിക്കൽ മദ്രസ എടുക്കുന്ന സമയത്ത് മദ്രസയിൽ കുട്ടികളോട് ചോദിച്ചപ്പോ ചായ വലത്തെ കൈ കൊണ്ടും ബിസ്ക്കറ്റ് ഇടത്തെ കൈ കൊണ്ടും തിന്നണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചപ്പോ, ചായ ഇടത്തെ കൈ കൊണ്ട് പിടിച്ചാൽ ചിലപ്പോ കയ്യിന് ബാലൻസ് കിട്ടൂല. ഇടത്തെ കൈയല്ലേ, വലത്തെ കൈയിന്റെ അത്ര ബാലൻസ് കിട്ടൂല. അപ്പൊ ചായ കയ്യിൽ നിന്ന് പോകും. അപ്പോ ബിസ്ക്കറ്റ് ഇടത്തെ കൈ കൊണ്ട് പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു കുട്ടികൾ. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് വളരെ വളരെ ഉഷാറായിട്ട് മോള് പാടി. അള്ളാഹു ഉന്നതിൽ നിന്നും ഉന്നതിയിലേക്ക് ഉയർത്തുമാറാവട്ടെ. അടുത്ത ഐഡിയിൽ നമ്മുടെ മലപ്പുറവൻ എന്ന ഐഡിയുള്ള നമ്മുടെ കുരുന്ന് ആരാണെന്ന് നോക്കാം. ഫവാസ് ഫൈലി ഉസ്താദ് ഉണ്ടെങ്കിൽ ഒന്ന് വരണം. ഓക്കെ, ഞാൻ മൈക്കിൾ ലിസിയാണ്, മലപ്പുറവൻ എന്ന ഐഡിയിലുള്ള കുരുന്നിന് വേണ്ടി. ഞാൻ ഇപ്പൊ മദ്രസക്ക് പോകാൻ ഒരുങ്ങിയിട്ടാണ്. ഞാനൊരു പാട്ട് പാടാൻ പോവാണ്. മദ്രസ വന്ന മലർവാണ്, മലനിറയുന്നൊരു പൂവാണ്, ഇന്നും മധുരം നുകരാനത്ത് ഇടമാണല്ലോ ഹൃദം ചൂട്. നേരത്തേനാവത്തേണം നീട് പറഞ്ഞു വളർത്തണം. സാധുന്റെ കൽപ്പനകൾ ഉത്തമമായി എടുക്കണം. മദ്രസ വന്ന മലർവാണ്, മലനിറയുന്നൊരു പൂവാണ്, എന്തും മധുരം നുകരാനത്ത് ഇടമാണെല്ലാം ചൂട്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, മദ്രസയിലേക്ക് പോവാൻ നിൽക്കുകയാണെന്നോ? അങ്ങനെയല്ലേ പറഞ്ഞത്? യാസീൻ മോനാണല്ലേ? യാസീൻ മോനല്ലേ പാടിയത്? മാഷാ അല്ലാഹ്, മദ്രസയിലേക്ക് പോവാൻ നിൽക്കുമ്പോൾ മദ്രസയുമായി ബന്ധപ്പെട്ട മദ്രസ എന്നൊരു പൂവാടി അല്ലേ? നല്ല ഒരു അടിപൊളി പാട്ടായി കേട്ടോ. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറൻ. ഖൈറുൽ ജസ. എത്രയിലാ മോൻ പഠിക്കുന്നത്? യാസീൻ മോൻ എത്രയിലാ പഠിക്കുന്നത്? 1ാം ക്ലാസ്സിലാണ് അല്ലേ? അള്ളാഹു എല്ലാ ക്ലാസ്സിലേക്കും വിജയിച്ച് വലിയ മാർക്കോടുകൂടെയുള്ള നല്ല വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ. മദ്രസയെക്കുറിച്ച് പാടിയ നമ്മുടെ യാസീൻ മോന് അള്ളാഹു ദീനിയായ വിജ്ഞാനം നൽകിക്കൊണ്ട് അള്ളാഹു സഹായിക്കുമാറാവട്ടെ. ഖോബാറാണല്ലേ? അൽ ഖോബാറിൽ നിന്നാണ്. മാതാപിതാക്കൾക്കും നാടിനും നാട്ടാർക്കും ദീനിനും ഉപകരിക്കുന്ന സന്താനങ്ങളാക്കി നമ്മുടെ എല്ലാവരുടെയും സന്താനങ്ങളെ അല്ലാഹു മാറ്റട്ടെ. നല്ല ഉഷാറ് പാട്ടാണ് കേട്ടോ. ഇനിയും ഇതുപോലെ നല്ല നല്ല പാട്ടുകൾ സെലക്ട് ചെയ്ത് പഠിച്ച് വരണം കേട്ടോ. ഓക്കെ.
അബൂ നൗബ എന്ന ഐഡിയിലുള്ള നമ്മുടെ കുരുന്ന് വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എനിക്ക് ഈ ഐഡിയ വായിക്കാനേ കഴിയുള്ളൂ. ഉള്ളിൽ ഏത് കുട്ടികളാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല കേട്ടോ. നിങ്ങൾ പറയണം, പാട്ട് പാടുന്നതിൻ്റെ മുമ്പേ എൻ്റെ പേര് ഇതാണെന്ന് നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ, ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമലൈക്കും. എന്റെ പേര് നൗബ നസീം. ഞാനൊരു പാട്ട് പാടാം. ത്വാഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി മയങ്ങും റൗള കാണാനെ ആശയുമായി ഞാനേ പൂവണിക്കൂത്തോരെ, ആശയുമായി ഞാനേ പൂവണിക്കൂത്തോരെ. ത്വാഹ റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി മയങ്ങും റൗള കാണാനാ എന്നീ കൊതിയറയാ. അസ്സലാമലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. റൗള ഷരീഫ് കാണാനുള്ള ആഗ്രഹം അല്ലേ? നൗബ നസീം, മാഷാ അല്ലാഹ്. എവിടുന്നാണ്? നാട്ടിൽ നിന്നാണോ അതോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. അത് അത്ര പാടി നിർത്തിയതാണ്. നമ്മള് ഈ നബിദിനങ്ങളിലൊക്കെ കുട്ടികൾ സ്റ്റേജിൽ കയറി ചെയ്യുന്നുണ്ടല്ലേ, അഥവാ അടുത്ത ലൈന് കിട്ടിയിട്ടില്ലെങ്കിൽ അസ്സലാമു അലൈക്കും സലാം പറഞ്ഞു പോലും അല്ലേ? അപ്പോ റൗള ഷരീഫ് കാണുക എന്ന ആഗ്രഹം അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നാടുകളിലും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ ഇതിന് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നൗബ നസീം എവിടുന്നാണ്? അടുത്ത ഗുരുതുകൾ ലൈസൻസ് ചെയ്ത് വന്നോളൂ. പാടിയവർക്ക് തന്നെ പാടാട്ടോ, പാടിയവർക്ക് തന്നെ വീണ്ടും പാടാം. നൗബ നസീം എവിടുന്നാണ്? നാട്ടിൽ നിന്നാ അതോ ഇവിടുന്നാണ്? കുട്ടികളെ റൈസാൻ അബുദാബിയിൽ നിന്നാണ് അല്ലേ? റൗള ഷരീഫ് കണ്ടിട്ടുണ്ടോ? റൗള ഷരീഫ് കണ്ടിട്ടുണ്ടോ? ഉംറക്ക് വന്നിട്ടുണ്ടോ? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. റൗള ഷരീഫ് കണ്ട നൗബ നസീമാണ് നമുക്ക് പാടിത്തന്നത്. ഏതായാലും ആ പാട്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ ശബ്ദം കേൾക്കുന്നവർക്ക് കൂടി ഒരു ദുആയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ശബ്ദം കേൾക്കുന്നവർക്കൊക്കെ അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ അടുത്ത ഗുരുനകൾ വരിക, അല്ലെങ്കിൽ ഞാൻ പാടും. നെക്സ്റ്റ് ഒരുപാട് ഐഡിയുള്ള ഗുരുനകൾ എല്ലാ ആഴ്ചയും വരാറുണ്ടല്ലോ. ഈ ആഴ്ച ഗുരുനകൾ കൂട്ടം നിയന്ത്രിക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞത് അല്ലേ? അവിടെ കാക്കമാര് വന്നിട്ടേ കുരുന്നുകളില്ലെങ്കിൽ കാക്കക്കൂട്ടമാക്കാൻ പറയുന്നുണ്ട്. ചെറിയ കുട്ടികൾ പാടാൻ വരുന്നില്ലെങ്കിലേ കാക്കക്കൂട്ടമാക്കാൻ പറയുന്നുണ്ട്. വലിയ ആളുകൾക്ക് പാടാൻ സൗകര്യം ചെയ്ത് കൊണ്ടുകൂടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വേണോ? അതിനേക്കാൾ നല്ല കുരുന്നുകൾ വരണ്ടേ? കുരുന്നുകളുടെ പാട്ട് കേൾക്കാനാണ് എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്നത്.
ഇനിയുണ്ടല്ലോ ഒരുപാട് കുരുന്നുകളുണ്ടല്ലോ. ഒന്ന് നേരത്തെ തുടങ്ങിയതുകൊണ്ടാണോ ആളുകൾ എത്തുന്നുള്ളൂ? ഏതായിരുന്നാലും നൗബ നസീം എന്ന ഐഡിയുള്ള നമ്മുടെ കുരുന്ന് സാലിഹ് മോന് എവിടെ? സാലിഹ് മോന് നിങ്ങള് ഉമ്മാന്റെ കുട്ടിയാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ കുരുന്നുകൾ എന്ന് പറഞ്ഞാലേ കുറെ ആളുകളൊക്കെ നാട്ടിൽ പോയിട്ടുണ്ടാവും. സാലിഹ് ഒറ്റപ്പാലാണോ ഉദ്ദേശിച്ചത്? കുരുന്നുകൾ വരുന്നതിലേക്ക് ആൾക്കാർക്ക് വിട്ടുകൊടുക്കട്ടോ. 1 മണിക്കൂറുണ്ട് നമുക്ക്. ആ 1 മണിക്കൂറിന്റെ ഉള്ളിൽ ലൈവ് വരും. ആ ലൈവിന്റെ മുമ്പായിട്ട് പാടാൻ താല്പര്യമുള്ള കുരുന്നുകളൊക്കെ വരിക. അതല്ലെങ്കിൽ ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉമ്മാന്റെ കുരുന്നുകളാണ്. നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് അല്ലാഹു ആഫിയത്തോട് കൂടെ ദീർഘായുസ്സ് നൽകട്ടെ. ഓക്കെ, റൗള ഷരീഫിനെ കുറിച്ചാണ് പാടിയത്. ഞാനൊരു പാട്ട് പാടിയത്. ഞാനും എൻ്റെ ഉമ്മാന്റെ കുട്ടിയാണ്. കുരുന്നുകൾ വരുന്ന കാണുന്നില്ല. റൗള ഷരീഫൊന്ന് കാണാനായി ഏറ്റവും റാഹത്തിലവിടൊന്ന് ചെല്ലാനേ ആശിച്ചു ഞാനിത റഹ്മാനെ, എന്റെ ആശകൾ തീർക്കണം സുബ്ഹാനേ. റൗള ഷരീഫൊന്ന് കാണാനായി ഏറ്റവും റാഹത്തിലവിടൊന്ന് ചെല്ലാനേ ആശിച്ചു ഞാനിത റഹ്മാനെ, എന്റെ ആശകൾ തീർക്കണം സുബ്ഹാനേ. പിടപിടച്ചിടുന്നിത ഹൃദയത്തിൽ കൊതിയും ചിറകടിച്ചുയരുന്ന ഈശത്തിന്റെ കിളിയും തടിയിതിൽ തുണച്ചിടണമേ റബ്ബേ വിധിയും. പിടപിടച്ചിടുന്നിത ഹൃദയത്തിൽ കൊതിയും ചിറകടിച്ചുയരുന്ന ഈശത്തിന്റെ കിളിയും തടിയിതിൽ തുടച്ചിടണമേ റബ്ബേ വിധിയും. തേടുന്നു ഇരുകൈകൾ നീട്ടി പെരിയോരേ ആലും മദീന ശരീഫൊന്ന് കാണാനായി റബ്ബേ റൗള ശരീഫൊന്ന് കാണാനായി ഏറ്റവും റാഹത്തിലവിടുന്ന് ചെല്ലാനേ ആശിച്ചു ഞാനിത റഹ്മാനെ, എന്റെ ആശകൾ തീർക്കണം സുബ്ഹാനേ. അഷ്റഫുൽ ബശറിന്റെ അരികിൽ ഞാൻ അടുക്കും, അതതിൽ ഞാൻ അരുമപ്പൂവിനു സലാം പറയും. അബൂബക്കർ ഉമർ തങ്ങൾ ഇരുവരെ ദർശിക്കും. അഷ്റഫുൽ ബശറിന്റെ അരികിൽ ഞാൻ അടുക്കും, അതതിൽ ഞാൻ അരുമപ്പൂവിന് സലാം പറയും. അബൂബക്കർ ഉമർ തങ്ങൾ ഇരുവരെ ദർശിക്കും. ചേലഞ്ചും പൂന്തോപ്പിൽ ചേരുന്നതെന്നാണ് ചെമ്പക പൂക്കളെ കാട്ടിത്ത റഹ്മാനേ. റൗള ശരീഫൊന്ന് കാണാനായി ഏറ്റവും റാഹത്തിലവിടൊന്ന് ചെല്ലാനേ ആശിച്ചു ഞാനിത റഹ്മാനേ, എന്റെ ആടകൾ തീർക്കണം സുബ്ഹാനേ. മാഷാ അല്ലാഹ്. ഏതായിരുന്നാലും ഒരുപാട് ആളുകളെ പൂക്കളുകളൊക്കെ വാരി വിതറി എന്നെ പ്രോത്സാഹിപ്പിച്ചു. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഞാൻ പാട്ട് പാടാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന് തോന്നുന്നു. അബു സുഹൈല എന്ന സുഹൈലാന്റെ വാക്കവി കൂടിയാണ്. മാഷാ അല്ലാഹ്. ഏതായിരുന്നാലും ആ ഐഡിയുള്ള നമ്മുടെ കുരുന്നിന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
സ്വബഹേക ഉമ്മ വിളിച്ചെന്നെ ഓത്തിനയക്കും എന്ന് നിനച്ച് കൂട്ടത്തിൽ കാത്തു കിടന്നിട്ടും ഉമ്മയു വന്നില്ല. നേരം വെളുത്തപ്പോൾ പുരയിൽ കൂട്ടകരച്ചിലിനതിരില്ല. സുബഹിക്ക് ഉമ്മ വിളിച്ചെന്നെ ഓത്തിനയക്കും എന്ന് നിനച്ച് കൂട്ടത്തിൽ കാത്തു എന്നിട്ടും ഉമ്മയു വന്നില്ല. നേരം വെളുത്തപ്പോൾ പുരയിൽ കൂട്ടകരച്ചിലിനതിരില്ല. ഉമ്മാവെ നീട്ടി വിളിച്ചന ചാട്യം പിടിച്ച് കരഞ്ഞിട്ടൊന്നു ഉമ്മ വാരിയെടുക്കാനോടിയടുത്തില്ല. ഉമ്മാനെ നീട്ടി വിളിച്ചന ചാട്യം പിടിച്ച് കരഞ്ഞിട്ടൊന്നു ഉമ്മ വാരിയെടുക്കാനോടിയടുത്തില്ല. കനക ഉപ്പാനോടുമ്മയെ ചോദിച്ചിട്ടൊന്നും മിണ്ടില്ല. ഉമ്മച്ചേ ഉറങ്ങുകയാണെന്നുപ്പ പറഞ്ഞെന്നെ വാരിയെടുത്ത് ഉപ്പാന്റെ മാറിൽ ചേർത്ത് പുന്നാരിക്കുകയായെന്റെ ഉമ്മാക്കെന്താണെന്നറിയാത്തതിനാൽ സങ്കടമായി. സുബഹിക്ക് ഉമ്മ വിളിച്ചെന്നെ ഓത്തിനയക്കും എന്ന് നിനച്ച് കൂട്ടത്തിൽ കാത്തു കിടന്നിട്ടും ഉമ്മയു വന്നില്ല. നേരം വെളുത്തപ്പോൾ പുരയിൽ കൂട്ടകരച്ചിലിനതിരില്ല. ഒരു വെള്ള തുണിയും പുതച്ച് കിടക്കുന്നുമ്മ തൻ ചുറ്റുമിരുന്ന് ഒരുപാട് പെണ്ണുങ്ങൾ ഖുർആനോതുകയാണല്ലോ. ഒരു വെള്ള തുണി പുതച്ച് കിടക്കുന്നുമ്മ തൻ ചുറ്റുമിരുന്ന് ഒരുപാട് പെണ്ണുങ്ങൾ ഖുർആൻ ഓതുകയാണല്ലോ. ഞാന് ഉമ്മാനെ തട്ടി വിളിച്ചിട്ടും മിണ്ടുന്നില്ലല്ലോ. ഉപ്പച്ചേ ഒക്കെ തെടുത്ത് വിതുമ്പുന്ന ചുണ്ടാൽ മുത്തവും തന്ന് ഉമ്മാനെ കാണിക്കാമെന്നുപ്പയും പറയുകയായി. അങ്ങനെ ഉമ്മാന്റെ അരികത്തന്നെയും ഉപ്പയിരുത്തുകയായി. സുബഹിക്ക് ഉമ്മ വിളിച്ചെന്നെ ഓത്തിനയക്കും എന്ന് നിനച്ച് കൂട്ടത്തിൽ കാത്തു കിടന്നിട്ടും ഉമ്മയും വന്നില്ല. നേരം വെളുത്തപ്പോൾ പുരയിൽ കൂട്ടകരച്ചിലിനതിരില്ല. എല്ലാരും ചേർന്നിട്ടെന്റെ ഉമ്മയെ വെള്ള തുണിയിൽ പൊതിഞ്ഞ് എങ്ങോട്ടോ കട്ടിലേറ്റി കൊണ്ടുപോവുകയായി. എല്ലാരും ചേർന്നിട്ടെന്റെ ഉമ്മയെ വെള്ള തുണിയിൽ പൊതിഞ്ഞ് എങ്ങോട്ടോ കട്ടിലേറ്റി കൊണ്ടുപോവുകയായി. ഉപ്പ എന്നെയും കെട്ടിപ്പിടിച്ചാർത്തു കരയുകയായി. സുബഹിക്ക് ഉമ്മ വിളിച്ചെന്നെ ഓടിനയക്കും എന്ന് നിനച്ച് കൂട്ടത്തിൽ കാത്തിടന്നിട്ടും ഉമ്മയും വന്നില്ല. നേരം വെളുത്തപ്പോൾ പുരയിൽ കൂട്ടകരച്ചിലിനതിരില്ല. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. വളരെ വളരെ എന്താ പറയാ, മനസ്സിന്റെ ഉള്ളിലേക്ക് തട്ടുന്ന ഒരു പാട്ടായി പോയി. പിന്നെ സുഹൈല മോളാണോ പാടിയത്? സുഹൈല മോളാണോ പാടിയത്? നെയിം
പേരെന്താണ്? ഓക്കെ ഓക്കെ, പാടിയ ആളെ പേരെന്താണ്? ആരാണ്? അബൂ തയ്യിബ ഐഡിയിലുള്ള അഷ്റഫിയുടെ ഉപ്പ. ഓക്കെ, റേഡിയോ ശ്രോതാക്കൾ കൂടി കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അബൂ തയ്യിബ എന്ന ഐഡിയിലുള്ള അഷ്റഫിയുടെ ഉപ്പ കരിമ്പ വെട്ടത്ത് യൂസുഫ് എന്നവർ 22/5/2015 ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു. എല്ലാവരും ദുആ ചെയ്യുക. വെട്ടത്ത് യൂസുഫ്. അപ്പോ റേഡിയോ ശ്രോതാക്കളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ വെട്ടത്ത് യൂസുഫ് കരിമ്പ എന്ന ആളുടെ പേരിൽ മയ്യത്ത് നിസ്കരിക്കുക. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ഓക്കെ, ജാസിർ ആണ് പാടിയത് അല്ലേ? ജാസിർ ആണ് പാടിയത് അല്ലേ? ആളുകൾ പറയുന്നുണ്ട്, ഇപ്പൊ ഇയമിലൂടെയൊക്കെ ആളുകൾ പറയാണ്, ഉസ്താദെ ആ ജാസിറിനെ കൊണ്ട് തന്നെ ഒന്നുകൂടി പാടിപ്പിക്കുമോ? കാരണം ഉമ്മ എന്ന ആ കിട്ടാക്കനി മറ്റ് എന്ത് സാധനങ്ങളും നമുക്ക് കടകളിൽ നിന്നും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും വാങ്ങാൻ കിട്ടും അല്ലേ? പക്ഷേ ഉമ്മ അത് വാങ്ങാൻ കഴിയാത്ത മാഷാ അല്ലാഹ് യൂസുഫ് ബാക്കൈ ഉസ്താദിന്റെ കുട്ടിയാണ് അല്ലേ? അപ്പോ അത് ആ പാട്ട് ഒന്നുകൂടി പാടണം എന്നാണ് എല്ലാവരും പറയുന്നത്. ഏതായിരുന്നാലും നമ്മുടെ മാതാപിതാക്കൾ അള്ളാഹു ആഫിയത്തോടുകൂടി, ആ ശിഷ്യനാണ് യൂസുഫ് ബാക്കൈ ഉസ്താദിന്റെ ശിഷ്യനാണ് പാടിയത് മാതാവിനെ കുറിച്ചുള്ള പാട്ട്. മാതാവ് രാവിലെ ഓതാൻ പോകാൻ വേണ്ടി മദ്രസയിലേക്ക് നമ്മയൊക്കെ പറഞ്ഞു വിടാൻ വേണ്ടി, നമ്മുടെ സ്വന്തം മാതാവാണ് നമ്മയൊക്കെ തട്ടി വിളിച്ച് ഉറക്കിൽ നിന്ന് ഉണർത്തിക്കൊണ്ട് നമ്മെ മദ്രസകളിലേക്ക് പറഞ്ഞയക്കുന്നതും എണീച്ച് ചായ നൽകുന്നതും മുഖം കഴുകി തരുന്നതും പല്ല് തേച്ച് തരുന്നതും ഒക്കെ നമ്മുടെ മാതാവാണ്. ആ മാതാവിനെ ഒരു ദിവസം രാവിലെ എണീറ്റ് വിളിക്കുന്നത് കാണാതെയായിട്ട് നോക്കുമ്പോൾ എല്ലാവരും കൂടെയിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. വല്ലാതെ കരയുന്നുണ്ട് ആളുകളൊക്കെ. മാതാവാണെങ്കിൽ എന്റെ കരച്ചിൽ കേട്ടിട്ട് എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും എന്റെ അടുക്കലേക്ക് വരുന്നില്ല എന്നൊക്കെ പറയുന്ന ആ ഹൃദയത്തിന്റെ ഉള്ളിൽ തട്ടിക്കുന്ന ഈ പാട്ട് എല്ലാവരും അവനവന്റെ മനസ്സിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഈ പാട്ട് കേട്ടപ്പോഴേക്ക് മനസ്സിലായി. ഒരു തർജ്ജമയുടെയും ഒരു വിശദീകരണത്തിന്റെയും ആവശ്യമില്ലാത്തൊരു പാട്ട്. മാഷാ അല്ലാഹ്, അത് പാടിയ കുട്ടി അള്ളാഹു ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് ഉയർത്തുമാറാവട്ടെ. യൂസുഫ് ബാക്കവി ഉസ്താദിന്റെ ശിഷ്യനാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഇൽമിൽ അള്ളാഹു ഖൈറു ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ ദിവസവും പിന്നെ ജാഫർ വില്ലൻ അതേപോലെ ഫവാസ് ഫൈലി ഉസ്താദൊക്കെയാണ് നമ്മുടെ കുരുന്നുകൂട്ടം നിയന്ത്രിക്കാറുള്ളത്. അവർക്കാണ് കുരുന്നുകളുടെ പേരുകളും വിവരങ്ങളൊക്കെ അറിയുള്ളൂ. അപ്പോൾ ജാഫർ വില്ലൻ ഉണ്ട്, ഞാൻ ആരും കാണാതെ ആയപ്പോൾ മൈക്കിൽ വന്നതാണ്. ജാഫർ വില്ലൻ താഴെയുണ്ട്. ഇൻഷാ അല്ലാഹ് കുരുന്നുകൂട്ടം നിയന്ത്രിക്കണമെന്ന് വിനീത അപേക്ഷ നടത്തിക്കൊണ്ട് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമലൈക്കും. സുബ്ഹിക്ക് ഉമ്മ വിളിച്ചെന്നെ ഓത്തിനയക്കും എന്ന് നിനച്ച് കൂട്ടത്തിൽ കാത്തു കിടന്നിട്ടും ഉമ്മയു വന്നില്ല. നേരം വെളുത്തപ്പോൾ പുരയിൽ കൂടെ കരച്ചിലിനതിരില്ല. സുബ്ഹിക്ക് ഉമ്മ വിളിച്ചെന്നെ ഓത്തിനയക്കും എന്ന് നിനച്ച് കൂട്ടത്തിൽ കാത്തു കിടന്നിട്ടും ഉമ്മയും വന്നില്ല. നേരം വെളുത്തപ്പോൾ പുരയിൽ കൂട്ടകരച്ചിലിനതിരില്ല.
ഉമ്മാനെ നീട്ടി വിളിച്ച് ഞാൻ ചാട്യം പിടിച്ച് കരഞ്ഞിട്ടൊന്നും ഉമ്മച്ചി വാരിയെടുക്കാൻ ഓടിയടുത്തില്ല. ഉമ്മാനെ നീട്ടി വിളിച്ചു ഞാൻ ചാട്യം പിടിച്ചു കരഞ്ഞിട്ടൊന്നും ഉമ്മച്ചി വാരിയെടുക്കാൻ ഓടിയടുത്തില്ല. കനക ഉപ്പാനോടുമ്മയെ ചോദിച്ചിട്ടൊന്നും മിണ്ടില്ല. ഉമ്മച്ചി ഉറങ്ങയാണെന്നുപ്പ പറഞ്ഞെന്നെ വാരിയെടുത്ത് ഉപ്പാന്റെ മാറിൽ ചേർത്ത് പുന്നാരിക്കുകയായി. എന്റെ ഉമ്മാക്ക് എന്താണെന്നറിയാത്ത സങ്കടമായി. സുബഹിക്ക് ഉമ്മ വിളിച്ചെന്നെ ഓത്തിനയക്കും എന്ന് നനച്ച് കൂട്ടത്തിൽ കാത്തു കിടന്നിട്ടും ഉമ്മയും വന്നില്ല. നേരം വെളുത്തപ്പോൾ പുരയിൽ കൂട്ടകരച്ചിന് നദിരില്ല. ഒരു വെള്ള തുണിയും പുതച്ച് കിടക്കുന്നുമ്മതൻ ചുറ്റുമുള്ള ഒരുപാട് പെണ്ണുങ്ങൾ ഖുർആൻ ഓതുകയാണല്ലോ. ഒരു വെള്ള തുണിയും പുതച്ച് കിടക്കുന്നുമ്മതൻ ചുറ്റുമിരുന്ന് ഒരുപാട് പെണ്ണുങ്ങൾ ഖുർആൻ ഓതുകയാണല്ലോ. ഞാന് ഉമ്മാനെ തട്ടി വിളിച്ചിട്ടും മിണ്ടുന്നില്ലല്ലോ. സുബഹിക്ക് ഉമ്മ വിളിച്ചെന്നെ ഓത്തിനയക്കും എന്ന് നനച്ച് കൂട്ടത്തിൽ കാത്തു എന്നിട്ടും ഉമ്മയും വന്നില്ല. നേരം വെളുത്തപ്പോൾ പുരയിൽ കൂട്ടകരച്ചിലിനതിരില്ല. ഉപ്പാച്ചി ഒക്കെ തൊടുത്ത് വിതുമ്പുന്ന ചുണ്ടൽ മുത്തവും തന്ന് ഉമ്മാനെ കാണിക്കാമെന്നുപ്പയും പറയുകയായി. അങ്ങനെ ഉമ്മാന്റെ അരികത്തെന്നെയും ഉപ്പയിരുത്തുകയായി. സുബഹിക്ക് വിളിച്ചെന്നെ ഓത്തിനയക്കും എന്ന് നനച്ച് കൂട്ടത്തിൽ കാത്തു കിടന്നിട്ടും ഉമ്മയും വന്നില്ല. നേരം വെളുത്തപ്പോൾ പുരയിൽ കൂട്ടകരച്ചിലിനതിരില്ല. എല്ലാരും ചേർന്നിട്ടെന്റെ ഉമ്മയെ വെള്ള തുണിയിൽ പൊതിഞ്ഞ് എങ്ങോട്ടോ കട്ടിലെത്തി കൊണ്ടുപോവുകയായി. എല്ലാരും ചേർന്നിട്ടെന്റെ ഉമ്മയെ വെള്ള തുണിയിൽ പൊതിഞ്ഞ് എങ്ങോട്ടോ കട്ടിലേറ്റി കൊണ്ടുപോവുകയായി. ഉപ്പ എന്നെയും കെട്ടിപ്പിടിച്ച് ആർത്ത് കരയുകയായി. സുബഹിക്ക് ഉമ്മ വിളിച്ചെന്നെ ഓർക്കും എന്ന് നനച്ച് കൂട്ടത്തിൽ കാത്തു കിടന്നിട്ടും ഉമ്മയും വന്നില്ല. നേരം വെളുത്തപ്പോൾ പുരയിൽ കൂട്ടകരച്ചിലിനതിരില്ല. സുബഹിക്ക് ഉമ്മ വിളിച്ചെന്നെ ഓത്തിനയക്കും എന്ന് നനച്ച് കൂട്ടത്തിൽ കാത്തു കിടന്നിട്ടും ഉമ്മയും വന്നില്ല. നേരം വെളുത്തപ്പോൾ പുരയിൽ കൂട്ടകരച്ചിലിനതിരില്ല. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. പിന്നെ എന്താണ് മുഹമ്മദ് റഫീഖ് ഫലക്കോ, ഈ ഐക്കൺ ഇവിടെ പറ്റില്ല കേട്ടോ. നിങ്ങൾ ഒരു പക്ഷേ നമ്മുടെ ക്ലാസ് റൂമിൽ ആദ്യമായിട്ടായിരിക്കും, അതുകൊണ്ടായിരിക്കാം. പിന്നെ ഫ്ലവർ മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യാറ്, അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഈ പാട്ട് വീണ്ടും വീണ്ടും പാടിച്ച് ഇപ്പോൾ രണ്ടാമത് നിങ്ങളോട് പാടാൻ പറഞ്ഞത് അടുത്തത് സൽമാൻ മുളയങ്കാവാണ് അല്ലേ? മാഷാ അല്ലാഹ്. ഓക്കെ, രണ്ടാമത് നിങ്ങളോട് പാടാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായോ? ഹിഫ്ളിന് പോകുന്ന വിദ്യാർത്ഥിയാണ് എന്നറിയാൻ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ വളരെ വളരെ എളുപ്പത്തിൽ
പരിപൂർണമായി പാരായണം ചെയ്യാനും അത് മരണം വരെ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കാനും ഉള്ള തൗഫീഖ് സൗഭാഗ്യം അല്ലാഹു നൽകുമാറാവട്ടെ. ഒരിക്കലും പഠിച്ചത് മറന്നു പോകുന്ന ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന്, അതല്ലെങ്കിൽ ആ ഒരു ദുർഭാഗ്യത്തിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. അടുത്തത് ദിൽഷാദ് വി എന്ന ഐഡിയുള്ള കുരുന്നാണ്. പിന്നെ ബാക്കി ഉസ്താദ് വീണ്ടും റൈസാൻഡ് ചെയ്യണം. നിങ്ങളിൽ എന്താണ് സൽമാൻ മുളയങ്കാവും അല്ലേ? ഇനിയും കുട്ടികളുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ വീണ്ടും റൈസാൻഡ് ചെയ്യണം. ഇനി 2 കുട്ടികൾ കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, റൈസാൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ദിൽഷാദ് വി പി എന്ന ഐഡിയിൽ നിന്ന്, അതുപോലെ അബു നോബ എന്ന ഐഡിയിൽ നിന്ന്. അതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കുട്ടികൾക്ക് വീണ്ടും പാടാം. അൻവരിയ കോളേജിലെ ഹിഫ്ലിൽ. ഏതായിരുന്നാലും ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ദിൽഷാദ് വി പി എന്ന ഐഡിയിലുള്ള നമ്മുടെ കുരുന്നിന് വേണ്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ഞാൻ പാട്ട് പാടാം. എന്റെ പേര് മുഹമ്മദ് ദാനിഷ്. പൊന്നാര നബിയെ ഞാൻ കാണുന്നതെന്താ, പൊന്നാര റൗളയിൽ പോകുന്നതെന്താ, പൂമണം വീശുന്ന റൗളാസുമാനത്തിൽ കൂടുന്നതെന്താണ്, ഹൃദയം ചേരുന്നതെന്താണ്. പൊന്നാര നബിയെ ഞാൻ കാണുന്നതെന്താ, പൊന്നാരമായി പോകുന്നതെന്താ, പൂമണം വീശുന്ന റൗളാസുവനത്തിൽ ചേരുന്നതെന്താണ്, ഹൃദയം കൂടുന്നതെന്താണ്. പാപം വരുത്തോരു പാപിയാം ഞാൻ ഇന്ന് പരനോട് യാചിക്കുന്നു, പരിശുദ്ധ പരിനോരോടായൊന്നും കരുണക്കായി അതിയായി ആശിക്കുന്നു. പാപം വരുത്തോരു പാപിയാം ഞാൻ ഇന്ന് പരനോട് യാചിക്കുന്നു, പരിശുദ്ധ പരിയോടോയായൊന്നും കരുണക്കായി അതിയായി ആശിക്കുന്നു. എന്നാണ് കൽബകം സൽമാനമായി സൽകർമ്മ പുഷ്പങ്ങൾ പൂവിടുക, എന്നാണ് കൽബകം സൽമാനമായി സൽകർമ്മ പുഷ്പങ്ങൾ പൂവിടുക. പൊന്നാര നബിയെ ഞാൻ കാണുന്നതെന്താ, പൊന്നാര റൗളയിൽ പോകുന്നതെന്താ, പൂമണം വീശുന്ന റൗളാസുവനത്തിൽ കൂടുന്നതെന്താണ്, ഹൃദയം ചേരുന്നതെന്താണ്. സ്വലാത്തിന്റെ രാഗങ്ങൾ തമ്പുരു വിടുവാൻ സൗഭാഗ്യമേറെ നീ നൽകിടല്ല, സ്വലാത്തിന്റെ രാഗങ്ങൾ തമ്പുരു വിടുവാൻ സൗഭാഗ്യമേറെ നീ നൽകിടല്ല. സവിധത്തിൽ വന്നു സലാമൊന്നു ചൊല്ലുവാൻ, സവിധത്തിൽ വന്നു സലാമൊന്നു ചൊല്ലുവാൻ സദയം നീ സൽവിധി ഏകിടല്ല, സദയം നീ സൽവിധി ഏകിടല്ല. മദീനത്ത് വരുവാൻ മോഹമുണ്ട്, മധുരമ പൂമുഖം ആശയുണ്ട്. മദീനത്ത് വരുവാൻ മോഹമുണ്ട്, മധുരമ പൂമുഖം ആശയുണ്ട്. പൊന്നാര നബിയെ ഞാൻ കാണുന്നതെന്താ, പൊന്നാര റൗളയിൽ പോകുന്നതെന്താ, പൂമണം വീശുന്ന റൗളാസുവനത്തിൽ
മനസ്സിൽ കൂടുന്നതെന്താണ്? ഹൃദയം ചേരുന്നതെന്താണ്? കൂടുന്നതെന്താണ്? ഹൃദയം ചേരുന്നതെന്താണ്? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. നേരത്തെ തന്നെ ഒരു കുരുന്ന് റൗള ഷരീഫിലേക്ക് എത്തിച്ചേരാനുള്ള ആഗ്രഹവും പറഞ്ഞു ഗാനം ആലപിച്ചു. അൽഹംദുലില്ലാഹ്. മാഷാ അല്ലാഹ്. ദിൽഷാദ് തന്നെയാണോ പാടിയത്, അതോ ഐഡി മാത്രാണോ ദിൽഷാദ് തന്നെയല്ലേ പാടിയത്? അല്ല, എന്താ പാടിയാളെ പേര്? ദാനിഷ് ആണല്ലേ. ഓക്കെ. ദാനിഷ് മോന് എത്രയില്ല? ദാനിഷ് മോന് പഠിക്കുന്നത്? ദാനിഷ് മോൻ എത്രയില്ല പഠിക്കുന്നത്? 4ാം ക്ലാസ്സിലാണ് അല്ലേ? ഓക്കെ. മാഷാ അല്ലാഹ്. അല്ലാഹു ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് ഉയർത്തുമാറാവട്ടെ. ഈ പാട്ടാരാ പഠിപ്പിച്ചെന്ന് മോനിക്ക്? ആരാണ് മോനിക്ക് പാട്ട് പഠിപ്പിച്ചെന്ന്? മോനാരാ പാട്ട് പഠിപ്പിച്ചെന്ന്? ഉസ്താദാണോ അതോ മാതാപിതാക്കളോ? ഏതായിരുന്നാലും മാഷാ അല്ലാഹ്. ഓക്കെ. ഇവിടെ അടിക്കാൻ മടിയായതുകൊണ്ടാണ് എനിക്ക് PM-ലൂടെ അയച്ചു തന്നു ആരാ പഠിപ്പിച്ചെന്നുള്ളത്. ഏതായിരുന്നാലും പഠിപ്പിച്ചവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. വീണ്ടും ആ റൗള ഷരീഫിൽ വന്നുകൊണ്ട് മാ ബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, എന്റെ ഖബറിന്റെയും മിംബറിന്റെയും ഇടയിലുള്ള ഒരു സ്ഥലം, അത് പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗത്തിന്റെ പൂന്തോപ്പുകളിൽ നിന്നൊരു പൂന്തോപ്പാണെന്ന് വിശേഷിപ്പിച്ച ആ മദീന മുനവ്വറ, ആ മദീന മുനവ്വറയുടെ ആ സ്വർഗത്തിൽ തന്നെ ചെന്നുകൊണ്ട് ദുനിയാവിലെ 2 സ്വർഗമുണ്ട്. ആർക്കാ പറയാൻ സാധിക്കുക? ഒരു സ്വർഗം ഞാൻ നേരത്തെ പറഞ്ഞ മാ ബൈന ഖബരി വ മിംബരി, അള്ളാന്റെ റസൂലിന്റെ ഖബറിന്റെയും മിംബറിന്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് ഒരു സ്വർഗം. എന്നാൽ ദുനിയാവിലുള്ള വേറെ ഒരു സ്വർഗമുണ്ട്. ആർക്കാണത് പറയാൻ സാധിക്കുക? ടെക്സ്റ്റ് അടിക്കാം. മാഷാ അല്ലാഹ്. ദിൽഷാദ് എന്നതിലുള്ള ദാനിഷ് മോന് തന്നെ അടിച്ചു. ഉമ്മാന്റെ കാലടി അല്ല, ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം എന്നോർത്തോളി എന്നുള്ള പാട്ടുണ്ടല്ലേ? അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സ്വർഗം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അത് ദുന്യവിയായ സ്വർഗത്തിനെ കുറിച്ചല്ല പറയുന്നത്. ഉമ്മാന്റെ കാലടി എന്നത് ഉദ്ദേശിക്കുന്നത് അത്രയും ഉമ്മാനോട് താഴ്ന്നു നിൽക്കണം, ഉമ്മാനോട് കിബർ കാണിക്കരുത്. ഉമ്മാന്റെ കാലിന്റെ അടിയിൽ പോയി ഇരിക്കാൻ കഴിയുമെങ്കിൽ അത്രയും താഴ്ന്നിരുന്നാലേ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കൂ എന്നുള്ള ഉദ്ദേശമാണ് അവിടെ. എന്നാൽ മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന, അവിടെ റഹ്മത്തിന്റെ മാലാഖമാർ സദാസമയവും സന്ദർശിക്കുന്ന ഒരു മജ്ലിസാണ് മജ്ലിസുൽ ഇൽമ്. അതാണ് ദുനിയാവിലെ ഒരു സ്വർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സ്വർഗീയവാസികളിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട റമളാനാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹു അതിന് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. കൂടുതൽ നീട്ടുന്നില്ല. അബു നൗബ എന്ന ഐഡിയിലുള്ള നമ്മുടെ കുരുന്ന് പാടാൻ റെഡിയായി റൈസ് ഹാൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആ കുരുന്നിന് വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനൊരു പാട്ടും കൂടി പാടാം. മനസ്സിൽ സ്വന്തമേ പുണ്യമരീചികത്തീരവേ, മനസ്സിൽ സ്വന്തമേ പുണ്യമരീചികത്തീരവേ, പൂനീലാമാദീനയിൽ പരിമള സുമേ
അസ്സലാം മനസ്സിൽ ത്വയ്ബാസം നമേ പുണ്യമരീചിക തീരമേ മനസ്സിൽ ത്വയ്ബാസം നമേ പുണ്യമരീചിക തീരമേ പദകപ്പതിയിൽ പോയിടുവാൻ കാഞ്ചനമോഹമാ കഥകളിൽ നൂറിലൊരഞ്ഞിടുവാൻ അഭിലാഷം നിറമാ കനകപ്പതിയിൽ പോയിടുവാൻ കാഞ്ചനമോഹമാ കഥകളിൽ നൂറിലൊരഞ്ഞിടുവാൻ അഭിലാഷം നിറമാ തുമ്പിടും മനസ്സിൽ മണിച്ചപ്പ് തിങ്കൾ തീരമിലെത്തിക്കും നാദാ വീണ്ടും തരള മനസ്സിൽ ത്വദവസൻ നമേ പുണ്യമരീചിക തീരമേ മനസ്സിൽ ത്വയ്ബാസം നമേ പുണ്യമരീചിക തീരമേ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, വളരെ വളരെ നല്ല പാട്ടാണ് നൗബ മോള് പാടിയത്. ഞാൻ നൗബ മോളാണ് എന്ന് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു മോള് നല്ലൊരു പാട്ട് പാടുന്നു. മോള് പാടുമ്പോൾ ഒരുപക്ഷെ മോൾക്ക് അറിയില്ല ഞാൻ എങ്ങനത്തെ പാട്ടാ പാടിയത് എന്ന്. ഈ ശബ്ദം ഒന്ന് കേട്ടു നോക്കിയ മോളെ. അസ്സലാം മനസ്സിൽ ത്വയ്ബാസം നമേ പുണ്യമരീചിക തീരമേ മനസ്സിൽ ത്വയ്ബാസം നമേ പുണ്യമരീചിക തീരമേ കനകപ്പതിയിൽ പോയിടുവാൻ കാഞ്ചനമോഹമാ കഥകളിൽ നൂറിലരഞ്ഞിടുവാൻ അഭിലാഷം നിറമാ കനകപ്പതിയിൽ പോയിടുവാൻ കാഞ്ചനമോഹമാ കഥകളിൽ നൂറിലരഞ്ഞിടുവാൻ അഭിലാഷം നിറമാ തുമ്പിടും മനസ്സിൽ മണിച്ചപ്പ് തിങ്കൾ തിരമിലെത്തിക്കും നാദാ വീണ്ടും തരള മനസ്സിൽ ത്വയ്ബാസം നമേ പുണ്യമരീചിക മനസ്സിൽ ത്വയ്ബാസം നമേ പുണ്യമരീചിക തീരമേ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നൗബ മോൾ കേട്ടോ? എങ്ങനെയുണ്ട്? ഓക്കെ ഓക്കെ. അവൾക്ക് നാണമായി അല്ലേ? അതാണ് പറയുന്നത്. ഫസ്റ്റ് പാടുന്ന സമയത്ത് നമുക്കറിയില്ല നമ്മൾ എന്താണ് പാടിയത്, എങ്ങനെ പാട്ട് എങ്ങനെ ആയി എന്നുള്ളത്. അത് വിചാരിച്ചിട്ട് എല്ലാവരും നൗബ മോള് പറ്റ ചെറിയ 1ാം ക്ലാസ്സിലെ കുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചു കൊടുത്തത്. എല്ലാവരും എന്റെ പാട്ട് റെഡിയാണെന്ന് പറയരുത്, അപ്പൊ സമയം ഉണ്ടാവൂല. നമുക്ക് ഒരു ലൈവ് കൂടി വരാനുണ്ട്, എല്ലാവരും പറ്റാൻ പറയരുത് കേട്ടോ. അപ്പോ നൗബ മോൾ വളരെ വളരെ ഉഷാറായിട്ടുണ്ട്. ഇനിയും ഇതുപോലെ നല്ല നല്ല പാട്ടുകൾ വാപ്പാനോടും ഉമ്മാനോടും ഉണ്ടാക്കിത്തരാൻ പറയാ, അതല്ലെങ്കിൽ മദ്രസയിലെ ഉസ്താദുമാരോട് ഉണ്ടാക്കിത്തരാൻ പറയാ. എന്നിട്ട് ഉഷാറായിട്ട് പഠിച്ച് എല്ലാ ആഴ്ചയും കുരുന്നുകൂട്ടത്തിൽ വന്ന് പുതിയ പുതിയ പാട്ടുകളുമായിട്ട് നമ്മുടെ നൗബ മോള് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അടുത്ത മാഷാ അല്ലാഹ് നമ്മുടെ ബാക്കി ഉസ്താദിന്റെ ശിഷ്യന്മാരിൽ സൽമാൻ മുളയങ്കാവ് അല്ലേ ഉസ്താദ്? ഓക്കെ, ഞാൻ മൈക്കിൾ ഈസിയാണ്. കൂടുതൽ മൈക്കിൽ നിന്ന് സമയം കളയുന്നില്ല. സൽമാൻ മുളയങ്കാവിന് വേണ്ടി മൈക്കിൾ ഈസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തിങ്കൾ പാകറസോലുള്ളാഹി തീരമണലാരന്റെ ഗമേറ്റിൽ പാലൊളിവായി പൗർണമിയായി മധുരായി തെളിയുകയായി മർഹബാ നബി ത്വാഹ ത്വാഹ മൗലിദുൻ നബി ജാ യാ റസൂലേ യാ ശഫീഅ യാ മുസമ്മിലരേ ത്വയ്ബ ത്വയ്ബ
യാ ത്വയ്യിബ തിങ്കൾ ത്വാഗ റസൂലുള്ളാഹി തീരമളയാരണ്യകമേട്ടിൽ പാലൊളിവായി പൂർണ്ണമിയായി മധുരായി തെളിയുകയായി മർഹബാ നബി ത്വാഗ ത്വാഗ മൗലിദുൻ നബി ജാ യാ റസൂലേ യാ ഷഫീഅ് യാ മുസമ്മിലരേ ഹൈറിൻ വചനമന്ത്രമേറെ അഖിലർപ്പാണിയാ റസൂലേ പുണ്യർ മുസ്തഫ നബി മുജ്തബ നബി മുർത്തലാം നബിയോ ഹൈറിൻ വചനമന്ത്രമേറെ അഖിലർപ്പാണിയാ റസൂലേ പുണ്യർ മുസ്തഫ നബി മുജ്തബ നബി മുർത്തലാം നബിയോ ഹാഷിം വംശ ഖുറൈശി മലരേ ആലമൊത്തം പുകളറ്റ നൂറേ ഹാത്തിമുൻ നബി ഹാമിദുൻ നബി മുർസൽ നബിയോരേ ഹാഷിം വംശ ഖുറൈശി മലരേ ആലമൊത്തം പുകളറ്റ നൂറേ ഹാത്തിമുൻ നബി ഹാമിദുൻ നബി മുർസൽ നബിയോരേ തിങ്കൾ ത്വാഗ റസൂലുള്ളാഹി തീനമണരാലന്യകമേട്ടിൽ പാലൊളിവായി പൗർണമിയായി മധുരായി തെളിയുകയായി മർഹബാ നബി ത്വാഗ ത്വാഗ മൗലിദുൻ നബി ജാ യാ റസൂലേ യാ ഷഫീഅ് യാ മുസമ്മിലരേ ഹൃദയം സ്നേഹനീതിയാണ് നബിമൊഴി സത്യചിന്തുമാണ് ദൂതർ ത്യാഗമാവോളം താണ്ടി വന്നന് പൊനിമദീനിലാണ് ഹൃദയം സ്നേഹദീപ്തിയാണ് നബിമൊഴി സത്യചിന്തുമാണ് ദൂതർ ത്യാഗമാവോളം താണ്ടി വന്നത് പൊനിമദീനിലാണ് തിങ്കൾ ത്വാഗ റസൂലുള്ളാഹി തീരമണലാരണ്യകമേട്ടിൽ പാലൊളിവായി പൗർണമിയായി ബദറായി തെളിയുകയായി മർഹബാ നബി ത്വാഗ ത്വാഗ മൗലിദുൻ നബി ജാ യാ റസൂലേ യാ ഷഫീഅ് യാ മുസമ്മിലരേ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ആരൊക്കെയാണ് സൽമാൻ മുളയങ്കാവിന്റെ പാട്ട് ശ്രദ്ധിച്ചത് തുടക്കം മുതൽ എന്ന് നോക്കാൻ വേണ്ടി ഒരു ടെസ്റ്റ് നടത്തുകയാണ്. സൽമാൻ മുളയങ്കാവ് തുടക്കത്തിൽ തന്നെ ഒരു കാര്യം മറന്നിട്ടുണ്ട്. എന്താണെന്ന് പറയാൻ പറ്റുമോ എനിക്ക്? മുളയങ്കാവാണ്. മാഷാ അല്ലാഹ്. നൗഫൽ വട്ടല്ലൂർ സലാം പറഞ്ഞിട്ടില്ല. പേര് പറയാത്തത് പോട്ടെ, പേരിനെക്കാട്ടിലൊക്കെ പ്രധാനം നമുക്ക് സലാം പറയലല്ലേ. സൽമാൻ മുളയങ്കാവ് ഇനി ശ്രദ്ധിക്കണം, അത് ശ്രദ്ധ വിട്ടുപോയതാണ്, മനഃപൂർവ്വം ചെയ്തതല്ല. ഓക്കെ. പിന്നെ അപ്പോ ഇനി സൽമാൻ മുളയങ്കാവ് അത് ശ്രദ്ധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു സലാം പറഞ്ഞ അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞാല് ഒരുപാട് ആളുകൾ വലൈക്കും സലാം എന്ന് പറയുന്നുണ്ട്. അപ്പോ ഒരാള് പി എമ്മിലൂടെ അടിക്കുകയാണ്, മുളയങ്കാവാണ് സൽമാൻ എന്ന് പറഞ്ഞപ്പോ ഒക്കെ പാലക്കാട്ടുകാരാണ്. ഓക്കെ, പാലക്കാട് ജില്ലക്കാരാണ് കൂടുതൽ പാട്ടുപാടാൻ വന്നിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്കറിയില്ല കേട്ടോ, ഞാനോട്ട് ചോദിച്ചിട്ടുമില്ല. ഏതായിരുന്നാലും അള്ളാഹു നല്ല വിജയം നൽകട്ടെ. ഹിഫ്ള് കോളേജിൽ തന്നെയാണോ സൽമാൻ? ഹാഫിൽ സൽമാൻ ഹിഫ്ള് കോളേജിൽ തന്നെയാണോ? അതെല്ലേ, ഓക്കെ. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള ബുദ്ധികൂർമ്മത, ബുദ്ധിശക്തി അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഹാഫിളായിക്കൊണ്ട് ഈ ദീനിന് ഒരുപാട് സേവനങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു എല്ലാവർക്കും നൽകുമാറാവട്ടെ.
ഇതിൽ ഗാനം ആലപിക്കുന്ന എല്ലാ കുരുന്നുകൾക്കും അല്ലാഹു നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അടുത്ത് നൂൻ സലു പടച്ചാണ്. നിങ്ങൾ തന്നെ ആ ഐഡി എന്താണെന്ന് കൂടി ഒന്ന് പറഞ്ഞു തരണം. ഏതായിരുന്നാലും ആ ഐഡിയുള്ള ലാസ്റ്റ് 555 എന്ന ഐഡിയുള്ള ആ കുരുന്നിന് വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതെന്റെ നൂൻ സലു എന്ന ഐഡിയിൽ ഉള്ള കുരുന്ന് കേൾക്കുന്നില്ലേ? ആ ഐഡിയിൽ ആരാളുള്ളത്? കുരുന്ന് മാത്രമേ ഉള്ളൂ അതോ അറിയാതെ റൈസാൻഡ് ചെയ്തു പോയതാ? ഓക്കെ. എന്നാൽ അബൂ സുഹൈല സാലിഹ് ഒറ്റപ്പാലം എന്ന ഐഡിയുള്ള നമ്മുടെ സുഹൃത്ത് കുറെ നേരെ റൈസാൻഡ് ചെയ്യുന്നു. പാട്ട് പാടാൻ ഇങ്ങനെ മുട്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ പാടുമ്പോഴേ. നിങ്ങളെ കുട്ടിപ്രായമൊക്കെ കഴിഞ്ഞിരിക്കണോ സുഹൈൽ? ഇനി കുട്ടികളൊന്ന് പാടട്ടെ. പിന്നെ ഏതായിരുന്നാലും അബൂ സുഹൈല ഓക്കെ. ബാക്കി ഉസ്താദ് തന്നെയാണ് അല്ലേ? ബാക്കി ഉസ്താദിന്റെ ഐഡിയിൽ നിന്ന് അടുത്ത കുട്ടിക്ക് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യാണ്. അടുത്ത വിദ്യാർത്ഥിക്ക് വേണ്ടി. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. സുന്ദരപ്പൂവേ ചന്ദ്രികത്തേനെ മധുരമീരാവോളിയേ ഈ മനതാരിൽ മർഹബ ചൊരിയാൻ ചാരവാഴ്ത്തണിയേ അൻവരിയായുടെ സ്ഥാപകരവർ ഫാത്തിമ ബീവിയം പോങ്കമർ അൻവരിയായുടെ സ്ഥാപകരവർ ഫാത്തിമ ബീവിയം പോങ്കമർ സുന്ദരപ്പൂവേ ചന്ദ്രികത്തേനെ മധുരനിലാവൊളിയേ ഈ മനതാരിൽ മർഹബ ചൊരിയാൻ ചാരവാഴ്ത്തണിയേ പരജന്മത്തേൻ കനിയായൊരു ജന്മം നാടിന്റെ സേവകരായവരെന്നും ഏരാസിൻ പൂർണ്ണ നിലാവൊളി രൂപം ലാളിത്യത്തിൽ നിറവായ സ്വരൂപം പരജന്മത്തേൻ കനിയായ ഒരു ജന്മം നാടിന്റെ സേവകരായവരെന്നും ഇഹ്ലാസിൻ പൂർണ്ണ നിലാവൊളി രൂപം ലാളിത്യത്തിൽ നിറവായ സ്വരൂപം അല്ലാഹുവിൻ വിധിയായി ഔലിയ പദവി അവർക്കു ലഭിച്ചില്ലേ സന്മതിയായില്ലേ സുന്ദരപ്പൂവേ ചന്ദ്രികത്തേനെ മധുരനിലാവൊളിയേ ഈ മനതാരിൽ മർഹബ ചൊരിയാൻ ചാരവാഴ്ത്തണിയേ വരാലേറെ വിളങ്ങിയ ചരിതം ജീവിത സാന്ത്വനമായൊരു ജന്മം ആയിരം രോഗികൾക്കെല്ലാം അവരെയൊക്കെ രോഗം മാറ്റിക്കൊടുത്തു അല്ലാഹുവിൻ നീതിയായി അരുമപ്പു ഫാത്തിമ മറഞ്ഞില്ലേ വേർപിരിഞ്ഞില്ലേ സുന്ദരപ്പൂവേ ചന്ദ്രികത്തേനെ മധുരനിലാവൊളിയേ ഈ മനതാരിൽ മർഹബ ചൊരിയാൻ ചാരവാഴ്ത്തണിയേ അൻവരിയായുടെ സ്ഥാപകരവർ ഫാത്തിമ ബീവിയം പോങ്കമർ അൻവരിയായുടെ സ്ഥാപകരവർ ഫാത്തിമ ബീവിയം
പൂങ്കമാർ സുന്ദരപ്പൂവേ ചന്ദ്രികത്തേനെ മധുരനിലാവൊളിയേ ഈ മനതാരിൽ മറബ ചൊരിയാൻ ചാരവാൾ തണിയേ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. വളരെ വളരെ നല്ല ഒരു സോങ് ആയിരുന്നു. പിന്നെ നമ്മുടെ പൊട്ടച്ചിറ അൻവരിയ അറബി കോളേജിലെ അവിടെ മറവിട്ട് കിടക്കുന്ന ബീവി ഫാത്തിമ ബീവിയുടെ മദ്ഹ് അല്ലേ? ഈ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവരെ കുറിച്ചൊരു പുസ്തകമില്ലേ? ഒരു പുസ്തകമില്ലേ ബാക്കി ഉസ്താദ്? അവരുടെ ചരിത്രങ്ങൾ പറയുന്ന ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. നിങ്ങളുടെ ഇത് ശരിയാത്ത് അൻവരിയ ശരിയാത്ത് കോളേജിലെ സ്റ്റുഡൻ്റ് ആണ് അല്ലേ? മാഷാ അല്ലാഹ്. പിന്നെ അള്ളാഹു ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് ഉയർത്തുമാറാവട്ടെ. ഭാവിയുള്ള കുട്ടികളാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഈ ശബ്ദങ്ങളെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണത്തിലും അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. നല്ല സൗന്ദര്യമുള്ള ആളുകളെ ആകാംക്ഷയോടെ ആളുകൾ വീക്ഷിക്കുന്ന ശബ്ദങ്ങളുടെ ഉടമകളാണ്. അള്ളാഹു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും ഇതുപോലെ അള്ളാഹു നല്ല ശബ്ദങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ദുആ ചെയ്യുകയാണ്. ഒരു റിക്വസ്റ്റ്, നമ്മൾ ഈ കുരുന്നുകൂട്ടത്തിന്റെ ഇടയിൽ ബഹുമാനപ്പെട്ട ബാക്കവി ഉസ്താദിനോടൊരു റിക്വസ്റ്റ് ഉണ്ട്. ഏതെങ്കിലും ഹിഫ്ള് കോളേജിലാവട്ടെ അതല്ലെങ്കിൽ ശരിയാത്ത് കോളേജിലെ സ്റ്റുഡന്റുകളാകട്ടെ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ അടുക്കൽ പുസ്തകം ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അറിയുന്ന ആ പൊട്ടച്ചിറ അറബി കോളേജിലെ മറവിട്ട് കിടക്കുന്ന ആ മഹദിയുടെ ഒരു മദ്ഹ് അതല്ലെങ്കിൽ ഒരു കറാമത്ത് ഒന്ന് പറയാൻ കഴിയുമോ? ഒന്ന് എസ്തടിച്ചാട്ടെ. കഴിയുമെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യണം. നാലകത്ത് ഓക്കെ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് അതുകൂടി കേൾക്കാം. ഏതെങ്കിലും ഒരു സ്റ്റുഡന്റിനെ കൊണ്ട് ഒന്ന് വായിപ്പിക്കുകയോ അതല്ലെങ്കിൽ ഒന്ന് പറയിപ്പിക്കുകയോ ചെയ്യുക. പാട്ടിലൂടെയല്ല, പറച്ചിലിലൂടെ ഞങ്ങൾക്ക് കേൾക്കാനുള്ളൊരാഗ്രഹം കൊണ്ടാണ്. നാലകത്ത് അബ്ദുറഹ്മാൻ എന്ന ഐഡിയിലുള്ള കുരുന്നിന്റെ പാട്ട് കഴിയുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നമുക്ക് നമ്മുടെ പൊട്ടച്ചിറ ഫാത്തിമ ബീവിയുടെ ഒരു കറാമത്ത് കൂടി കേൾക്കാം. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു രണ്ടിനും വേണ്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. എന്റെ പേര് ആയിഷ. ഞാനൊരു പാട്ട് പാടാം. ആകാശമേലാപ്പും അമ്പിളിയും ആയിരമായിരം താരകളും ആറും മലനിറയും ആരീവിധത്തിൽ പടച്ചു വെച്ചു ആരീവിധത്തിൽ പടച്ചു വെച്ചു അല്ലാഹുവിന്റെ കാരുണ്യസാരം അവനൊരാൾക്ക് പരമാധികാരം ആകാശമേലാപ്പും അമ്പിളിയും ആയിരമായിരം താരകളും ആറും മണലും മലനിറയും ആരീവിധത്തിൽ പടച്ചു വച്ചു ആരീവിധത്തിൽ പടച്ചു വച്ചു അല്ലാഹുവിന്റെ കാരുണ്യസാരം അവനൊരാൾക്ക് പരമാധികാരം വിജ്ഞാനമൊക്കെയും റബ്ബിൽ നിന്ന് വികാരം കനിഞ്ഞവനെ വിശ്വാസമുള്ളിലുറച്ചവനെ വിജയ സർഗത്തോ പുറത്തു തന്നെ അല്ലാഹുവിന്റെ കാരുണ്യസാരം
അവനൊരാൾക്കേ പരമാധികാരം. മണ്ണിലെ പാൽച്ചൊരിക്കൊടിയും വെണ്ണിലെ സോറാണ്ടഗോളങ്ങളും കണ്ണിലെ കൊള്ളാത്ത സത്യങ്ങളും എണ്ണിയളക്കി വളർത്തി വെക്കും അല്ലാഹുവിന്റെ കാരുണ്യസാരം. അവനൊരാൾക്കേ പരമാധികാരം. ആകാശമേലാപ്പം അമ്പിളിയും ആയിരമായിരം താരകളും ആറും മണലും മലനിരയും ആരീവിധത്തിൽ പടച്ചു വച്ചു. ആരീവിധത്തിൽ പടച്ചു വച്ചു. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. ഷംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ മകൾക്ക് ഒരു അസുഖം ബാധിച്ചു. പല വിധത്തിലുള്ള ചികിത്സ നടത്തിയിട്ടും ഒരു ഫലവും ഉണ്ടായിരുന്നില്ല. അവസാനം പട്ടിക്കാട് ജാമിയയിൽ അധ്യാപകനായി പ്രവർത്തിച്ചിരുന്ന അബ്ദുല്ല മുസ്ലിയാർ, അലനല്ലൂർ എന്നിവർ മുഖേന ഷംസുൽ ഉലമ ബിയുമായി ബന്ധപ്പെട്ടു. അബ്ദുല്ല മുസ്ലിയാർ ഷംസുൽ ഉലമയുടെ മകളെയും കൂട്ടി ബിയുടെ സമീപത്തെത്തി. വിവരങ്ങളെല്ലാം ബോധിപ്പിച്ചപ്പോൾ എല്ലാം ശ്രദ്ധയോടെ ശ്രദ്ധിച്ച മഹദി പറഞ്ഞു, നിങ്ങളുടെ മകളെ കൊല്ലാനായി ഒരു ആദിവാസി ഒരു പാമ്പിനെ പിടിച്ച് അതിന്റെ തലയിൽ ആണി അടിച്ചിറക്കിയിരിക്കുന്നു. ആ പാമ്പ് വേദനിക്കുന്നത്ര വേദന നിങ്ങളുടെ മകളും അനുഭവിക്കും. ആ പാമ്പ് എപ്പോഴാണ് ചാകുന്നത് അന്ന് നിങ്ങളുടെ മകൾ മരിക്കും. ഇത് കേട്ട് ചുറ്റും കൂടിയവർ ആകെ ഭീതിയിലായി. അല്പനേരം മൗനം പാലിച്ച ബി വീണ്ടും പറഞ്ഞു, ആ പാമ്പിന്റെ ആണി ഞാൻ പറിച്ചു കളഞ്ഞിരിക്കുന്നു. അങ്ങനെ മകളുടെ അസുഖം മാറുകയും അതിനുശേഷം പലപ്പോഴും മഹദിയോട് അടുത്ത ബന്ധം പുലർത്തുന്നത് ഷംസുൽ ഉലമ ശ്രദ്ധിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. അസ്സലാമു അലൈക്കും. മാഷാഅല്ലാ മാഷാഅല്ലാ ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ. മഹദിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും സർവോദ്ദേശങ്ങളെ നിറവേറ്റി തരുമാറാവട്ടെ. നാലകത്ത് അബ്ദുറഹ്മാൻ എന്ന ഐഡിയിൽ നിന്ന് പാടിയ നമ്മുടെ കുരുന്ന്, ആ കുരുന്നിന് ഈ മഹദിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹു ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് ഉയർത്തുമാറാവട്ടെ. ആയിഷ മോൾ പഠനത്തിലൊക്കെ നല്ല സാമർഥ്യവും ബുദ്ധിപൂർമ്മതയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പൊട്ടച്ചിറ അൻവരിയ അറബി കോളേജിലെ അവിടെ മറവിട്ട് കിടക്കുന്ന മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ് നമ്മളിപ്പോൾ കേട്ടത്. അൽഹംദുലില്ലാഹ് പറഞ്ഞവർക്ക് അള്ളാഹു ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ മഹദിയോടുകൂടെ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും നമ്മുടെ മാതാപിതാക്കളെയും അള്ളാഹു അവന്റെ ജന്നാത്തുൻ നഈമിൽ ഒന്നിപ്പിക്കുമാറാവട്ടെ. ബാക്കി ഉസ്താദ്, ഇനി കുട്ടികളുണ്ടോ പാടാന്? ഇനി കുട്ടികൾ പാടാണ്ടോ? ഓക്കെ 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 ഇൻഷാ അല്ലാഹ്. അപ്പോ വീണ്ടും ബാക്കി ഉസ്താദിന്റെ ശിഷ്യന്മാര് തന്നെ പിന്നെ ശിഷ്യന്മാര് തന്നെ മൈക്കിൽ വരുമെന്ന പ്രതീക്ഷയോടെ. ഇത് ഇന്നത്തേണോ? പരപ്പനങ്ങാടി 8:30 PM അല്ലേ? ഓക്കെ. 8:30 ആകുമ്പോ 5 മണിയല്ലേ? 5 അല്ല 6 മണിയാവും ഇവിടെ. സൗദി ടൈം 6 മണി അല്ലേ? ഓക്കെ. ഏതായിരുന്നാലും പൊട്ടച്ചിറ എന്ന് പറഞ്ഞത് പാലക്കാട് ജില്ലയിൽ ചെർപ്പുളശ്ശേരി കഴിഞ്ഞ് നെല്ലായ വഴി, നെല്ലായ ദർസിലാണ് ഞാൻ ഓതിയിട്ടുള്ളത്. നെല്ലായ ഉസ്താദിന്റെ ശിഷ്യനാണ്. നിങ്ങൾ അറിയോന്നറിയില്ല, ബാക്കവി ഉസ്താദ് അറിയോന്നറിയില്ല. എന്റെ ജ്യേഷ്ഠൻ ഷെരീഫ് ബാക്കവി ഇപ്പോൾ സൗദിയിലാണ്. ഷെരീഫ് ബാക്കവി ആയിരുന്നു നെല്ലായ ഉസ്താദിന്റെ അടുത്ത് 2ാം മുദരിസായിട്ട് ജോലി ചെയ്തു. السلام عليكم. يا رسول الله يا حبيب الله പുണ്യ മദീനയിൽ വരണം, ആ പച്ച കുബ്ബ ചോടയെത്തണം, എൻ ഖൽബിനതൊക്കെ തീരണം.
യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് പുണ്യ മദീനയിൽ വരണം ആ പച്ച കുബ്ബ ചോടയെത്തണം എൻ ഖൽബിൻ നോവതൊക്കെ തീരണം അങ്ങ് ജീവിച്ചുള്ള കാലം ജന്മം കൊണ്ടതില്ല ഞാൻ അങ്ങയെ കണ്ടവരെയും കണ്ടതുമില്ലല്ലോ ഞാൻ അങ്ങ് ജീവിച്ചുള്ള കാലം ജന്മം കൊണ്ടതില്ല ഞാൻ അങ്ങയെ കണ്ടവരെയും കണ്ടതുമില്ലല്ലോ ഞാൻ എന്തൊരത ഭാഗ്യനാണു ഞാൻ ആ പൂമുഖം എന്നൊന്ന് കാണും ഞാൻ എന്തൊരത ഭാഗ്യനാണു ഞാൻ ആ പൂമുഖം എന്നൊന്ന് കാണും ഞാൻ യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് പുണ്യ മദീനയിൽ വരണം ആ പച്ച കുബ്ബ ചോടയെത്തണം എൻ ഖൽബിൻ നോവതൊക്കെ തീരണം പാപഭാരത്താലെ എന്റെ ജീവിതം വികലമായി പിഴകളേറെ ചെയ്തു എന്റെ ഹൃത്തടം മലിനമായി പാപഭാരത്താലെ എന്റെ ജീവിതം മലിനമായി പിഴകളേറെ ചെയ്തു എന്റെ ഹൃത്തടം മലിനമായി പാപിയെ ഒന്ന് നോക്കണേ ഈ പാപിയെ ഒന്നേറ്റെടുക്കണേ ഈ പാപിയെ ഒന്ന് നോക്കണേ ഈ പാപിയെ ഒന്നേറ്റെടുക്കണേ യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് പുണ്യ മദീനയിൽ വരണം ആ പച്ച കുബ്ബ ചോടയെത്തണം എൻ ഖൽബിൻ നോവതൊക്കെ തീരണം യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് പുണ്യ മദീനയിൽ വരണം ആ പച്ച കുബ്ബ ചോടയെത്തണം എൻ ഖൽബിൻ നോവതൊക്കെ തീരണം അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി അതിൻ്റെ ഇടക്കൊന്ന് DC ആയില്ലേ ഞാൻ പറയുന്നതൊക്കെ കേട്ടിരുന്നാണോ ഏതായിരുന്നാലും മാഷാ അല്ലാഹ് പച്ചക്കുബ്ബയുടെ ചുവട്ടിലെത്തണം എന്ന് പറഞ്ഞ റൗദ ഷരീഫിലേക്ക് എത്താനുള്ള ഒരു ദുആയോടുകൂടെ ഉള്ള ഒരു ഗാനമാണ് ആലപിച്ചത് ഓക്കെ ഞാനൊന്ന് പുറത്തുപോയി അതായത് പുറത്തു പോകാറിനാല് ഒന്ന് DC ആയി മാഷാ അല്ലാഹ് ഷാഫി ചെപ്പശ്ശേരി എന്നായിട്ടുള്ള നമ്മുടെ ഉസ്താദൊക്കെ വന്നിട്ടുണ്ട് ഇനിയും നാലകത്ത് അബ്ദുറഹ്മാൻ എന്ന ഐഡിയുള്ള നമ്മുടെ കുരുന്നുകൾ പാടാൻ റെഡിയായി വന്നിരിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഓക്കെ ദുആ ചെയ്യുകയാണ് ലൈവ് എത്തിയാൽ ഷാഫി ചെപ്പശ്ശേരി ലൈവാണോ ഷാഫി ചെപ്പശ്ശേരി ലൈവാണോ സലാഹുദ്ദീൻ മപ്പാട്ടുകരായിരുന്നു പാടിയിരുന്നത് ബാക്കി ഉസ്താദ് ഇപ്പൊ പാടിയത് സലാഹുദ്ദീൻ മപ്പാട്ടുകരായിരുന്നു അല്ലേ ഓക്കെ ലൈവല്ല അല്ലേ ഓക്കെ ഏതായിരുന്നാലും ഫായിസാണ് പാടിയത് അല്ലേ ഇനി അടുത്തത് പാടാനുള്ളത് ബാക്കി ഉസ്താദിന്റെ അരിയിൽ നിന്ന് പാടാനുള്ളത് സലാഹുദ്ദീൻ മപ്പാട്ടുകരയാണ് ഇപ്പൊ പാടിയത് ഫായിസാണല്ലേ ഓക്കെ ഏതായിരുന്നാലും ഞാൻ മൈക്ക് റിലീസ് ചെയ്യുകയാണ് നാലകത്ത് അബ്ദുറഹ്മാൻ എന്ന ഐഡിയിലുള്ള നമ്മുടെ കുരുന്നിന് വേണ്ടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമലൈക്കും എന്റെ പേര് അബ്ദുറഹ്മാൻ ഞാനൊരു പാട്ട് പാടാം മദീനത്തെ മണിയറയിൽ
മദി പോലെ വിളങ്ങുന്ന മഹമൂദ നബിയോരിൽ സ്വലാത്തോദാം സലാമോദാം സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് മദീനത്തെ മണിയറയിൽ മദി പോലെ വിളങ്ങുന്ന മഹമൂദ നബിയോരിൽ സ്വലാത്തോദാം സലാമോദാം മരതക പ്രഭ പോലെ മകരന്ദാരുചി പോലെ മഹിയെങ്കും മപൂകും നബിയോരിൽ സലാത്തോദാ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് മണിഗേഹം മഹൽ വർണ്ണം മദീന റൗമയിൽ വാസം വനദാരിൽ കുളിർ വീശും ഹബീബോരിൽ സ്വലാത്തോദാ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് മഹത്തായ വഴി കാട്ടി മലരാണി മണം വീശി മനസ്സിൽ തിങ്കളായി ലങ്കും മഹദോരിൽ സുധി പാടാ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അബ്ദുറഹ്മാനാണ് പാടിയത് അല്ലേ? സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ ഹബീബില്ലാഹ് അല്ലേ? നല്ല ഒരു താരാട്ട് പാട്ടിന്റെ രീതിയിലുള്ള വളരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാത്ത് കൂടി പറയുന്നു, അല്ലെങ്കിൽ അവിടത്തേക്ക് സലാത്ത് കൂടി ചൊല്ലുന്ന രൂപത്തിലുള്ള ഒരു പാട്ടാണ് പാടിയത്. അള്ളാഹു അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ, അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഹിബ്ബീങ്ങളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. സൗണ്ടില്ലേ? ജാഫർ പി പി നിങ്ങളുടെ സിസ്റ്റം ശ്രദ്ധിച്ചു നോക്കി. എല്ലാവരും സൗണ്ട് എന്നാണ് പറയുന്നത്, കുറവാണ് അല്ലേ? ഓക്കെ. ഏതായിരുന്നാലും ഇനി ഇതിന് എങ്ങനെ കൂട്ടാന്ന് എനിക്കറിയില്ല കേട്ടോ. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഹിബ്ബീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇന്ന് പൊട്ടച്ചിറ അൻവരിയ കോളേജിൽ നിന്ന് വലിയ ഒരു ഗിഫ്റ്റുമായിട്ടാണ് ബഹുമാനപ്പെട്ട ബാക്കവി ഉസ്താദ് കുരുന്നുകൂട്ടത്തിനെ സജീവമാക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. വളരെ വളരെ പ്രഗത്ഭരായ ഒരുപാട് എന്താ പറയാ, ഗന്ധർവ ഗായകന്മാരായ ഒരുപാട് വിദ്യാർത്ഥികളുമായി ബഹുമാനപ്പെട്ട ബാക്കവി ഉസ്താദ് നമ്മുടെ കുരുന്നുകൂട്ടം സജീവമാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അള്ളാഹു ഉസ്താദിനും കുട്ടികൾക്കും ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട യൂസുഫ് ബാക്കവി ഉസ്താദിന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമലൈക്കും. തിരുതെരുജയിത്തും കമർ മരത്തോപ്പം വഴിയോരം വിധിഹാരം തെരുനിലകിനികൾ ഇടയിലായി നദിലയിൽ നബിസദനം നളുർഗവനിറന്നെന്റെ ഇരുനയനം
തിരുതെരുതൈത്തും കമർ മരത്തോപ്പും വഴിയോരം വിധിഹാരം തരും നിരകിനികൾ ഇടയിലായി മദീനയിൽ ലഭിസദനം ഞവർഗവനിറന്നെന്റെ ഇരുനയനം ഞവർഗവനിറന്നെന്റെ ഇരുനയനം തിരുറുവച്ചാരെ തണനിടനേറെ കൊതിച്ചു നനിശരിലും കഥ പാടി ഗുണർനബി താഹ ഉയർപ്പുള്ളു തൈബ പതിയെന്നിൽ പതിയെ കനിവേകി തിരുറുവച്ചാരെ തണനിടനേറെ കൊതിച്ചു നനിശരിലും കഥ പാടി ഗുണർനബി താഹ ഉയർപ്പുള്ളു തൈബ പതിയെന്നിൽ പതിയെ കനിവേകി ഷറഫിൽ മികസബ് ബലദിൽ ഫളലിട്ട മദനി പൂന്തന്നിൽ കുളിരേകി മദനി പൂന്തന്നിൽ കുളിരേകി തിരുതെരുതൈത്തും കമർ മരത്തോപ്പും വഴിയോരം ഇതിഹാരം തെരുനിരകിനികൾ ഇടയിലായി മദീനയിൽ നബി സദനം ഞവർഗവനിറന്നെന്റെ ഇരുനയനം ഞവർഗവനിറന്നെന്റെ ഇരുനയനം ഹരിതമിൽ പുതച്ച പ്രിയമുപച്ചോടെ മനമിലെ വൃദ്ധകൾ ഞാൻ പറഞ്ഞു പുരനൂറ പിരിയാൻ തിരുലോക ജയമിൽ മികം തിരുസഭവിൻ സലാം പറഞ്ഞു ഹരിതമിൽ പുതച്ച പ്രിയമുപച്ചോടൻ മനമിലെ വൃദ്ധികൾ ഞാൻ പറഞ്ഞു പുരനൂറ പിരിയാൻ തിരുലോക ജയമിൽ മികം തിരുസഭവിൻ സലാം പറഞ്ഞു നൽവർ തിരുറുള മിമ്പർക്കിടയിലെ തലമേൽ ചിരു ജയമിരുന്നു തലമേൽ ചിരു ജയമിരുന്നു തിരുതെരുതൈത്തും കമർ മരത്തോപ്പും വഴിയോരം വിധിഹാരം തിരുനിരകിനികൾ ഇടയിലായി മദീനയിൽ നബി സദനം ഞവർഗവനിറന്നെന്റെ ഇരുനയനം ഞവർഗവനിറന്നെന്റെ ഇരുനയനം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ ഈ കുരുന്നുകൂട്ടം തുടങ്ങിയത് വെറും ഒരു 96 ഐഡിയ കൊണ്ടാണ് ഇന്ന് നമ്മുടെ കുരുന്നുകൂട്ടം തുടങ്ങിയിട്ടുള്ളത്. ആ 96 ഐഡിയ ഉണ്ടായിരിക്കുമ്പോൾ കുട്ടികൾ പാട്ട് പാടാൻ മൈക്കിൽ വന്ന് പാട്ട് തുടങ്ങുമ്പോഴേക്ക് ഒരുപാട് പൂക്കളുകൾ ഇങ്ങനെ വാരി വിതറുകയാണ്. ഇപ്പൊ 115 ആളായപ്പോ പൂക്കൾ കുറഞ്ഞു. എന്താ സംഭവം? ഇങ്ങനെ കുട്ടികളെന്ന് ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. എന്റെ ശബ്ദം കേൾക്കുന്നവരൊക്കെ ഒരു പൂവിട്ടാട്ടെ, എല്ലാവരും ഒന്ന് പൂവിട്ടാട്ടെ. ആരൊക്കെ നോക്കട്ടെ, എന്റെ ശബ്ദം പൂവ് കഴിഞ്ഞു. മാഷാ അല്ലാഹ്, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ കുരുന്നുകൾ പാടുമ്പോൾ അവർക്കൊരു പ്രോത്സാഹനം എന്നോണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് പൂക്കൾ വാരി വിതറുക. ഞാൻ നിങ്ങള് പൂക്കളുകൾ ഇടുമ്പോ ഷഫീഖ് മപ്പാത്തകരയാണ് അല്ലേ? ഓക്കെ. പൂക്കളുകൾ വാരി വിതറുന്ന നിങ്ങൾക്ക് ഒരു വലിയ ഒരു സമ്മാനം ഞാൻ അവസാനം നിങ്ങൾക്ക് നൽകാൻ പോകുന്നുണ്ട്. വലിയ ഒരു സമ്മാനം. അത് നിങ്ങൾക്ക് കിട്ടാത്ത ഒരു വലിയ ഒരു സമ്മാനമാണ്. അത് പൂക്കളുകൾ വാരി വിതറുന്നവർക്ക് പ്രത്യേകിച്ച് ഞാൻ അവസാനം കൊടുക്കുന്നതാണ്. അപ്പൊ ആയതുകൊണ്ട് അങ്ങനെയൊന്നും പറയില്ല സാറേ. പിന്നെ വളരെ ഉഷാറായിട്ടാണ് ഇപ്പോ പാടിയത്. മാത്രമല്ല ഇപ്പോ പാടിയ പാട്ട് പടപ്പാട്ട് അല്ലേ, വളരെ അതിന്റെ വാക്കുകൾ, അതിന്റെ ആ അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ച് വളരെ ഉഷാറായിട്ട് പാടി. പിന്നെ നമ്മളെ ഈ കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു, ആ മോഡലുള്ള പാട്ടൊന്നുമല്ല. ആ മോഡലുള്ള പാട്ടല്ല, അതിങ്ങനെ ഒരു ഒഴുക്കാണ്, അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഇത് ഒരു എന്താണ് പറയുക, ടൈറ്റുള്ള വാക്കുകൾ, പടപടേനങ്ങനെ പാടേണ്ടുന്ന വാക്കുകൾ. മിടുക്കൻ അസ്വദ് ഉടലോടിഞ്ഞിടും കിടന്നിടയിൽ ഓടി കുറേശികൾ പൊടുന്നനെ കൂടി പകയോടെ കൊടുമയിലുടനടിയെതിരിടൊരങ്ങിടെ ബദറിടം അലിഹംസത്തുബൈദത്തും എതിരിടെ കരുത്തതും നേടി രണശൗര്യ മെടുത്തവർ ചാടി. ഇതേപോലെ അല്ലേ? ഞാനൊരു ഫുള്ള് പാടിയില്ലേ നിങ്ങൾ ചിലപ്പോ ആണ്ടോ ഇപ്പൊ തന്നെ വന്ന് ആരിസ്റ്റോലൊക്കെയാണ് ഇപ്പൊ തന്നെ വന്ന് കുരുന്നുകൾക്കേ പാടാൻ പറ്റുള്ളൂ. ഞാൻ ഫുള്ള് പാടിയിട്ടുണ്ടെങ്കിൽ ഇതെന്താ തന്തക്കൂട്ടാണോ ചോദിക്കും.
കുരുന്നുകൂട്ടെന്ന് പറഞ്ഞിട്ട് തന്തകളാണോ പാടുന്നത് ചോദിക്കുക. അപ്പൊ അത് വേണ്ട വിചാരിച്ചിട്ടാണ് 4 പേര് പാടി നിർത്തിയത്. അപ്പൊ ഞാൻ അതിന്റെ ഉദാഹരണത്തിന് വേണ്ടി പാടിയതാണ്. അപ്പൊ ഇതുപോലെ ടൈറ്റുള്ള വാക്കുകളൊക്കെ എടുത്ത് കുട്ടികളിങ്ങനെ പ്രയാസപ്പെട്ട് പാടുമ്പോൾ നമ്മുടെ കുരുന്നുകൂട്ടം സജീവമാക്കാൻ വേണ്ടി പാടുമ്പോൾ വലിയ കുട്ടിയാണ്. നമ്മൾ പൂക്കളുകൾ വാരി വിതറിക്കൊണ്ട് സഹായിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അള്ളാഹു ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകട്ടെ. ഇവിടെ ആ പാട്ട് പാടിയ കുട്ടിയെ അള്ളാഹു നാഫിയായ ഇൽമ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീന് പഠിക്കാനുള്ള കൂർമ്മതയും സാമർഥ്യവും ആയുരാരോഗ്യവും അള്ളാഹു നൽകുമാറാവട്ടെ. ഇത് പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദുമാരാവട്ടെ, മാതാപിതാക്കളാവട്ടെ, ഇനി സ്വന്തമാണെങ്കിലും പഠിപ്പിച്ചു കൊടുത്തവർക്കും അത് പഠിച്ചെടുത്ത ആ കുട്ടിക്കും അള്ളാഹു ആഫിയത്തോടുകൂടെ ദീർഘായുർ പ്രദാനം ചെയ്യട്ടെ. നെക്സ്റ്റ് ഷാഫി ചെർപ്പളശ്ശേരി. ഷാഫി ഉസ്താദ് കുട്ടികൾ തന്നെയല്ലേ, തന്റെ കൂട്ടെന്ന് പറയിപ്പിക്കൂലോ. ഓക്കെ, ഷാഫി ചെർപ്പശ്ശേരി എന്ന ഐഡിയിൽ നിന്നുള്ള നമ്മുടെ കുരുന്ന് നോക്കാം, ആരാണ് പാടുന്നത് എന്ന് നോക്കാം. മൈക്ക് റിലീസ് ചെയ്യുന്നു ഷാഫി ചെർപ്പശ്ശേരി എന്ന ഐഡിയുള്ള നമ്മുടെ ഉസ്താദിന് വേണ്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? സാക്കിറുൽ ഉസ്താദ്, ഞാൻ പറയാണ്ടിരിക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ സൂചിപ്പിച്ചിരുന്നു, ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച അൻവരിയ അറബി കോളേജിൽ നിന്നും ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാകും എന്നെല്ലാം പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു. എന്തായാലും ഞാനിപ്പോ കോഴിക്കോട് പോയി എത്തിയുള്ളൂ. അതായത് ഉസ്താദ് ഉസ്താദ് യൂസുഫ് ബാക്കവി ഉസ്താദ് കുട്ടികളുമായി എത്തി എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇന്നലെ അദ്ദേഹം മൈക്കില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ടു, അതൊക്കെ ശരിയാക്കി ഇപ്പൊ എന്തായാലും ഉഷാറായി. ഇനി എല്ലാ ആഴ്ചയും ഒരുപോലെ. ഇപ്പൊ കുറച്ച് കുട്ടികളുള്ളൂ, ഇനിയും ഒരുപാട് കുട്ടികളെ പങ്കെടുക്കണം. നമ്മുടെ എല്ലാ സാധാരണ കുരുന്നുകൂട്ടങ്ങളിലും ഉള്ള കുട്ടികളൊന്നും കാണാനില്ല, പാടിപ്പോയതാണെന്ന് അറിയില്ല. സെൽവമോളും അതുപോലെ തന്നെ സിനാൻമോനൊന്നും കാണാനില്ല. എല്ലാവരും മൈക്കിൽ വന്നുകൊണ്ട് പാടണം. ഷാക്കിർ ഉസ്താദ് അതുപോലെയൊക്കെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നു. സാലി ഉസ്താദ്, സാലി ഒറ്റപ്പാടൊക്കെ റൈസാൻഡി എന്തായാലും ഞാൻ വിവരം അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടികൾക്ക് പാടാനും അതുപോലെ തന്നെ പാട്ട് പാടാനും പ്രസംഗിക്കാനും കഥ പറയാനൊക്കെ അവസരമാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി. എന്തായാലും കുട്ടികളൊക്കെ പാടുക, പ്രത്യേകിച്ച് ബാക്കി ഉസ്താദ് ഇനിയും കുട്ടികളൊക്കെ പങ്കെടുപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ അവസരം നൽകുമാറാവട്ടെ. ലൈവ് ചെയ്യുന്നത് അതിനുമുമ്പ് കുറച്ച് കുട്ടികളോട് പാടാം. അസ്സലാമു അലൈക്കും. കരളിൻ കരളാണെന്റുമ്മ, അലിഫിൽ തുടങ്ങി പിന്നീമിൽ വിരിയും പൂവിതല്ലോ കൽബിൽ, നിറയും നെഞ്ചിനുള്ളിലുമ്മ, കരളിൻ കരളാണെന്റുമ്മ. സ്നേഹം ചൊരിയും സാന്ത്വനമരുളും, സ്നേഹം ചൊരിയും സാന്ത്വനമരുളും കാരുണ്യദീപമാണുമ്മ, തളിരിൻ തലോടലാണുമ്മ. അലിഫിൽ തുടങ്ങി പിന്നീമിൽ വിരിയും പൂവിതല്ലോ കൽബിൽ, കരളിൻ കരളാണെന്റുമ്മ. പാരിതിലെന്നെ നൊന്ത് പെറ്റതല്ലേ, എൻ ചെറു കൈ പിടി തന്നെ വളർത്തിയില്ലേ, എന്നിഴി നിറഞ്ഞാൽ അവർ കരയില്ലേ, ഞാൻ ചിരി തൂകിയാൽ അവർ ചിരിക്കില്ലേ. പാലിമുതേകി പാരിതിൽ പോറ്റി, പാൽനില പോലെ പുഞ്ചിരി തൂകി, നവരിൽ പോലും എന്റുമ്മ താരാട്ടുപാടി എന്റുമ്മ. അലിഫിൽ തുടങ്ങി പിന്നീമിൽ വിരിയും പൂവിതല്ലോ കൽബിൽ, കരളിൻ കരളാണെന്റുമ്മ.
ഉമ്മത്തൻ കാലടി പാടിൽ സുബർഗം ഓതി റസൂൽ നൽകി ഉന്നത സ്ഥാനം അന്നു റസൂൽ കനിഞ്ഞൻ മധുസ്നേഹം ഉമ്മയിലാകണം എന്നരുൾ ദീനും നിലവല ഹൃദയം ആ മനസദയം ആ കരവലയം മാത്രമെന്ന ഭയം എൻ കരം കൂട്ടിലെന്റുമ്മ തരാട്ടുപാടിയെന്റുമ്മ അലിഫിൽ തുടങ്ങി പിന്നീമിൽ വിരിയും പൂവിതല്ലോ കൽബിൽ നിറയും നെഞ്ചിനുള്ളിലുമ്മ കരളിൻ കരളാണെന്റുമ്മ അലിഫിൽ തുടങ്ങി പിന്നീമിൽ വിരിയും പൂവിതല്ലോ കൽബിൽ കരളിൻ കരളാണെന്റുമ്മ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാഷാ അല്ലാഹ്. ഷഫീഖ് മോൻ പാട്ടുകാരനൊക്കെ നമ്മോട് പാട്ട് പാടിയത് എന്തായാലും നമ്മുടെ ഉമ്മമാരെ കുറിച്ചുള്ള ഒരു ഓർമ്മകളുമായി ഉമ്മാന്റെ സ്നേഹം പറഞ്ഞുകൊണ്ടുള്ള ഒരു മഹത്തായ ഒരു ഗാനമാണ് ഇതുവരെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ക്ലാസ് റൂമിലെ ഒരുപാട് ആളുകളുടെ ഉമ്മമാരിൽ നിന്ന് 6 അടി മണ്ണിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ 10 മാസം മുമ്പ് ആ ഉമ്മ മരണപ്പെട്ടു പോയ ഉമ്മമാർക്കൊക്കെ ഉമ്മമാർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ആ കുട്ടിക്ക് അതുപോലെ തന്നെ ഷഫീഖ് മുപ്പാട്ടുകാരെ ഉമ്മാനെ കുറിച്ചാണ് അവിടെ പാടിയത്. നമ്മുടെ ഉമ്മമാരെ ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഉമ്മയുടെ സ്നേഹം പിടിച്ചു പറ്റാനുള്ള തൗഫീഖ് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തായാലും അബ്ദുല്ലാജി പ്രൈസാൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. എന്റെ പേര് ആയിഷ. ഞാനൊരു പാട്ട് പാടാം. പൊന്നു മക്കളെ നിങ്ങൾ ഉണരണം, കുഞ്ഞുമുഖങ്ങളെ ശുദ്ധമാക്കണം, 5 നേരവും നിസ്കരിക്കണം, വഞ്ചനയുടെ നന്യവടിയണം. പൊന്നു മക്കളെ നിങ്ങൾ ഉണരണം, കുഞ്ഞുമുഖങ്ങളെ ശുദ്ധമാക്കണം, 5 നേരവും നിസ്കരിക്കണം, വഞ്ചനയുടെ നന്യവടിയണം. നാവ് കൊണ്ടു ചെയ്തൊഴുക്കണം, ശുദ്ധരാകുവാൻ ഹജ്ജ് ചെയ്യണം, വേദഖുർആൻ എന്ന് മോദനം, വേദനിക്കുവോ കഭയമേകണം. നാവ് കൊണ്ടു ചെയ്തൊഴുക്കണം, നന്മയുവാൻ കൈയുയർത്തണം, വേദഖുർആൻ എന്ന് മോദനം, വേദനിക്കുവോ കഭയമേകണം. പൊന്നുമക്കളെ നിങ്ങൾ ഉണരണം, കുഞ്ഞുമുഖങ്ങൾ ശുദ്ധമാക്കണം, 5 നേരവും നിസ്കരിക്കണം, വഞ്ചനയുടെ നന്യവടിയണം. പള്ളി നമ്മുടെ ഉൾപ്പണിയണം, സ്നേഹം കൊണ്ടൊരു മുൻപറുയരണം, സത്യദീനിനെ പിന്തുടരണം, ശുദ്ധരാകുവാൻ ഹജ്ജ് ചെയ്യണം. പള്ളി നമ്മുടെ ഉൾപ്പണിയണം, സ്നേഹം കൊണ്ടൊരു മുൻപറുയരണം, സത്യദീനിനെ പിന്തുടരണം, ശുദ്ധരാകുവാൻ
ഹജ്ജ് ചെയ്യണം. പൊന്നുമക്കളെ നിങ്ങൾ ഉണരണം. കുഞ്ഞുമുഖങ്ങളെ ശുദ്ധമാക്കണം. 5 നേരം നിസ്കരിക്കണം. വഞ്ചനയുടെ നന്ദി വെടിയണം. നന്മ വിതറുവാൻ ഇരുളകറ്റുവാൻ സത്യബോധനം ശീലമാക്കണം. പ്രാർത്ഥന കേൾക്കാൻ സർവശക്തന റബ്ബ് മാത്രമെന്നോർമ്മ വെക്കണം. പൊന്നുമക്കളെ നിങ്ങൾ ഉണരണം. കുഞ്ഞുമുഖങ്ങൾ ശുദ്ധമാക്കണം. 5 നേരവും നിസ്കരിക്കണം. വഞ്ചനയുടെ നന്ദി വെടിയണം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ ഒരുപാട് സമയമായി നമ്മുടെ ഏകദേശം 1.5 മണിക്കൂർ ഏകദേശം അടുത്ത് തുടങ്ങി നമ്മുടെ കുരുന്നുകൂട്ടം പ്രോഗ്രാം തുടങ്ങിയിട്ട് ഐസ്മോൾ മാഷാ അല്ലാഹ് നല്ലൊരു പാട്ടാണ് പാടിയത്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ നമുക്ക് ലൈവ് എത്തിയിട്ടുണ്ട്. ഇനിയും അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് നമുക്ക് സൗദി സമയം ലൈവ് പ്രോഗ്രാം ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് സൗദി സമയം 2 മണിക്ക് നമ്മുടെ പ്രോഗ്രാം തുടങ്ങും. ഏതായാലും ഷാക്കിറുൽ ഉസ്താദ് കേൾക്കുന്നില്ലേ? ഒരുപാട് ആളുകൾ പോയിട്ടും ഒരുപാട് കുട്ടികൾ ഇതിൽ പാട്ടുപാടിയൊക്കെ സഹകരിച്ചു. അൽഹംദുലില്ലാഹ് നമ്മുടെ അതുപോലെ പൊട്ടച്ചിറ അൻവരിയിൽ നിന്നുള്ള ഒരുപാട് കുട്ടികൾ കുരുന്നുകൂട്ടത്തിനായി പ്രത്യേകം തയ്യാറെടുത്ത് തന്നെ നമ്മുടെ ക്ലാസ് റൂമിലെത്തി. ഏതായാലും എല്ലാവരുടെയും ഒരു മിനിറ്റ് ഏതായാലും ഇതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഇതുമായി സഹകരിച്ച എല്ലാവർക്കും വേണ്ടി ഷാക്കിറുൽ ഉസ്താദ് പെട്ടെന്നൊരു ദുആ നടത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് ലൈവിലേക്ക് പോകാം.